ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സമ്പൂർണ്ണമായ ജീവിതവും ശാസ്ത്ര പരീക്ഷണങ്ങളും വിവരിക്കുന്ന ഈ വീഡിയോ സീരീസിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ അധ്യായങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, പരിശോധിക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഈ ഓണത്തിന് ആസ്ട്രോഫിസിക്സ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് 50% ഡിസ്കൗണ്ട് നൽകുന്ന കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പരാമർശിച്ചിരുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്കാണ് ഇത് ലഭ്യമാകുക. ഇപ്പോൾ തന്നെ 38 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് 12 സീറ്റുകൾ ഇപ്പോൾ ബാക്കിയുണ്ട്. നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ചിട്ട് കോഴ്സിൽ രജിസ്റ്റർ ചെയ്യുക. ഇതൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സാണ്. ഈ കോഴ്സ് നിങ്ങളുടെ സമയമനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആസ്ട്രോഫിസിസിസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നതാണ്. അതിനു പുറമെ എന്നോടൊപ്പം മറ്റ് ശാസ്ത്ര ഗവേഷകരോടൊപ്പം ഗവേഷണ പ്രക്രിയയിൽ ഏർപ്പെടാനും ശാസ്ത്രപ്രബന്ധം പബ്ലിഷ് ചെയ്യാനുമുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഒരു ശാസ്ത്രപ്രബന്ധം ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനു പുറമെ 4 പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരണത്തിനു വേണ്ടി നിലവിൽ സമർപ്പിച്ചിട്ടുമുണ്ട്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വീട്ടിലേക്ക് 3 അതിഥികൾ എത്തിച്ചേരുകയാണ്. ഒന്ന് പ്രൊഫസറായ ഹാബറാണ്. ഹാബറിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പരാമർശിച്ചിരുന്നു. ഐൻസ്റ്റീൻ്റെ ഫസ്റ്റ് കസിനായ എൽസയുടെ അടുത്ത ഫ്രണ്ടാണ് ഈ ഹാബർ. അദ്ദേഹം മുഖാന്തരമാണ് ഇപ്പോൾ ഐൻസ്റ്റീന് പ്രഷ്യൻ അക്കാഡമിയിൽ പ്രൊഫസർ തസ്തികയിൽ നിയമനം ലഭ്യമായിരിക്കുന്നത്, അതും ഉയർന്ന വേതനത്തോടു കൂടി. ഹാബറിനോടൊപ്പമുള്ള ഫ്രോൺലിയെക്കുറിച്ചും കഴിഞ്ഞ വീഡിയോയുടെ അവസാന ഘട്ടത്തിൽ ഞാൻ പരാമർശിച്ചിരുന്നു. മാക്സ് പ്ലാങ്ക് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ശാസ്ത്ര പരീക്ഷണത്തിൻ്റെ ഒരു ഭാഗമായി കണ്ടെത്തിയിട്ടുള്ള ആസ്ട്രോണമറാണ്. അദ്ദേഹത്തിൻ്റെ ജനറൽ റിലേറ്റിവിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടി ഈ ഫ്രോൺലിയുടെ സേവനം അത്യാവശ്യവുമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇവർ 3 പേരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീനും ആസ്ട്രോണമറായ ഫ്രോൺലിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെയധികം വാചാലരായി. അവർ രണ്ടുപേരും ശരിക്കും ഹാബറിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഹാബർ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് കെമിസ്ട്രിയുടെ മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഹാബറിനില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിന് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് ഒരു റവല്യൂഷൻ തന്നെ സൃഷ്ടിക്കാൻ പോകുന്ന കണ്ടെത്തലാണെന്ന് ഹാബറിന് 100% ഉറപ്പുമായിരുന്നു. പക്ഷേ എത്രമാത്രം ചെലവ് ഇതിന് വേണ്ടി വരുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ആൽബർട്ട് ഐൻസ്റ്റീന് അധികമൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു സംഖ്യ ഉണ്ടായിരുന്നു, 6000 മാർക്ക്. കേട്ടപ്പോൾ ഹാബർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അത്രയും പണം വേണ്ടി വരുമെങ്കിൽ നമുക്ക് കുറേയധികം നാൾ വേണ്ടി വരും. പ്രധാനമായിട്ടും ഈ പ്രഷ്യൻ അക്കാഡമിയിലുള്ള മറ്റ് ഓഫീഷ്യലുകൾക്ക് അല്ലെങ്കിൽ പ്രൊഫസർമാർക്ക് ഇത് വിവരിച്ചു കൊടുക്കണം, അവരുടെ അക്സെപ്റ്റൻസ് കിട്ടണം. അതിന് ഒരുപാട് സമയം വേണ്ടി വരും. ഫ്രോൺലിയാണ് അതിന് മറുപടി പറയുന്നത്, നമുക്കത്രയും സമയമില്ല. ഈ ഒരു സൂര്യഗ്രഹണം ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സൂര്യഗ്രഹണമാണ്. ഇത് കഴിഞ്ഞാൽ പിന്നീട് വർഷങ്ങളോളം നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഹാബർ ഒന്ന് ആലോചിച്ചതിന് ശേഷം ആൽബർട്ട് ഐൻസ്റ്റീനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ബെർലിനിലേക്ക് വരിക, പ്രഷ്യൻ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ കൂടി അവിടെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഈ സമയത്ത് മറ്റൊരു സ്ഥലത്ത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഭാര്യയായ മിലവയോടൊപ്പമാണ് ഫ്രോൺലിയുടെ നവവധു. അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സംസാരത്തിനിടയിൽ ഫ്രോൺലിയുടെ ഭാര്യയുടെ വായിൽ നിന്നും ഒരു വാചകം മിലവയ്ക്ക് വീണ് കിട്ടി. ആൽബർട്ട് ഐൻസ്റ്റീന് പ്രഷ്യൻ അക്കാഡമിയിൽ ജോലി കിട്ടിയിരിക്കുന്നു. അദ്ദേഹം ഉടൻ തന്നെ സ്വിറ്റ്സർലൻഡിൽ നിന്നും ബെർലിനിലേക്ക് താമസം മാറ്റുകയാണ് കുടുംബത്തോടൊപ്പം. മിലവയോട് ആൽബർട്ട് ഐൻസ്റ്റീൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് അതൊരു വലിയ ഷോക്കായിട്ടാണ് കേൾക്കാൻ സാധിച്ചത്. പിന്നീട് അവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്ന വേളയിൽ ഇത് വലിയൊരു വാക്ക് തർക്കത്തിന് കാരണമായി മാറുകയും ചെയ്തു. ആദ്യ കാലഘട്ടങ്ങളിൽ, ഇവരുടെ പ്രണയം നടന്നിരുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ എപ്പോഴും പ്രണയം മാത്രമായിരുന്നു, എപ്പോഴും സ്നേഹം മാത്രമായിരുന്നു, വളരെ വിരളമായി മാത്രമായിരുന്നു പരിഭവം വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ എപ്പോഴും തർക്കമാണ്. ഐൻസ്റ്റീൻ്റെ ഭാഗത്ത് ഇത്തവണ വലിയ രീതിയിലുള്ള ഒരു തെറ്റുണ്ട്. കാരണം അദ്ദേഹം ആ യാത്രയെക്കുറിച്ച് അവരോട് പറഞ്ഞിട്ടില്ല. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കുടുംബം ബെർലിനിൽ സ്ഥിരതാമസം ആരംഭിച്ചു. അവർ ഒരു അപ്പാർട്ട്മെൻറ്റ് ഇതിനു വേണ്ടി വാടകയ്ക്കെടുത്തു. ആൽബർട്ട് ഐൻസ്റ്റീൻ മിക്ക ദിവസങ്ങളിലും എൽസയുടെ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു. ആരും അറിയാതെ രഹസ്യമായി അവർ പരസ്പരം കാണാൻ തുടങ്ങി. പല രാത്രികളിലും അദ്ദേഹം അവിടെ അന്തി ഉറങ്ങിയിട്ടുണ്ട്, അവളോടൊപ്പം അവളുടെ ശയ്യയിൽ.
ഈ കാര്യങ്ങളൊന്നും മെലിവ അറിയുന്നുണ്ടായിരുന്നില്ല. മെലിവയോട് പറയുന്നത്, പ്രഷ്യൻ അക്കാഡമിയിൽ എനിക്ക് പിടിപ്പത് പണിയുണ്ട്, അതുകൊണ്ടാണ് രാത്രിയിലും ഞാൻ പലപ്പോഴായി അവിടെ ചെലവഴിക്കുന്നതെന്ന്. ബെർലിനിൽ പുതിയതായി എത്തിച്ചേർന്ന പെർഷ്യൻ അക്കാഡമിയുടെ ഭാഗമായി മാറിയ ആൽബർട്ട് ഐൻസ്റ്റീനും കുടുംബത്തിനും ഹാബറിൻ്റെ ഭാര്യയായ ക്ലാര ഒരു വിരുന്നൊരുക്കുന്നു. ക്ലാര വളരെ പ്രശസ്തയായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഹാബറിൻ്റെ ഭാര്യയായതുകൊണ്ട് മാത്രമല്ല, കെമിസ്ട്രിയിൽ ജർമ്മനിയിൽ നിന്നും ആദ്യമായി PhD നേടിയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അതിബുദ്ധിമതിയായിട്ടുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ് പിന്നീട് ഒരു ഗവേഷകയുടെ കുപ്പായം എടുത്തണിയാൻ അവർക്ക് സാധിക്കാതെ പോയത്. മെലീവയും ക്ലാരയും തമ്മിൽ ഒരു അടുത്ത സൗഹൃദ ബന്ധം ആ ഒരു കൂടിക്കാഴ്ചയിലൂടെ ഉണ്ടാകുന്നു. അത് മെലേവയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസമാണ് പകർന്നു നൽകുന്നത്. തൻ്റെ അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന തൻ്റെ തന്നെ ഒരു റിഫ്ലക്ഷനായിട്ടുള്ള ഒരു സ്ത്രീയായിട്ട് അവർ ക്ലാരയെ കണ്ടു. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ പെർഷ്യൻ അക്കാഡമിയിൽ വളരെ തീപിടിച്ച ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രശസ്തരായിട്ടുള്ള നിരവധി പ്രൊഫസർമാർ ആ വേദിയിലുണ്ട്. അവരെല്ലാവരും ആൽബർട്ട് ഐൻസ്റ്റീന് ചെവിയോർത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നടത്താൻ പോകുന്ന പരീക്ഷണത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ജനറൽ റിലേറ്റിവിറ്റി തിയറി. അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ, അല്ലെങ്കിൽ അത് പ്രാക്ടിക്കലി തെളിയിക്കണമെങ്കിൽ ഒരു ആസ്ട്രോണമറിൻ്റെ സേവനം അത്യാവശ്യമാണ്. ക്രീമിയിൽ നടക്കുന്ന സമ്പൂർണ്ണമായിട്ടുള്ള സൂര്യഗ്രഹണം ചിത്രീകരിക്കാൻ സാധ്യമാകണം. ഈ പരീക്ഷണത്തിന് വലിയ എതിർപ്പുമായിട്ട് വരുന്നത് ഫിലിപ്പ് ലെനാർഡാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഫിലിപ്പ് ലെനാർഡിനെ കുറിച്ച് ഞാൻ പലതവണ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഈ പരീക്ഷണങ്ങളോടും തോട്ട് എക്സ്പെരിമെൻറ്റിനോടും ഒക്കെ പുച്ഛമാണ്. ഇത്തരത്തിൽ അടിസ്ഥാനമില്ലാത്ത ശാസ്ത്രത്തിനു വേണ്ടി ഇത്രയധികം പണം ചെലവഴിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്നാണ് ഫിലിപ്പ് ലെനാർഡ് പറയുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ അതിനെ എതിർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ ഒരു വാഗ്വാദം ഉണ്ടാകുമെന്ന് ഉറപ്പായപ്പോൾ ആ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്തുണ്ടായിരുന്ന മാക്സ് പ്ലാങ്ക് ആൽബർട്ട് ഐൻസ്റ്റീനോട് കുറച്ചു നേരം വെളിയിൽ നിൽക്കാൻ പറയുന്നു. ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, അതിനുശേഷം ഞങ്ങളുടെ വെർഡിക്റ്റ് താങ്കളെ അറിയിക്കാം. ആൽബർട്ട് ഐൻസ്റ്റീൻ വെളിയിലേക്ക് മടിച്ചാണ് പോകുന്നത്. വെളിയിൽ കതകിനോട് ചേർന്ന് തന്നെ അദ്ദേഹം കാതോർത്തിരുന്നു. തൻ്റെ പണം, തനിക്ക് ആവശ്യമായിട്ടുള്ള പണം അവർ ലഭ്യമാക്കുമോ ഇല്ലയോ. ഉള്ളിൽ വളരെയധികം തീപിടിച്ച ചർച്ച നടക്കുകയാണ്. മാക്സ് പ്ലാങ്ക് ഒരു ന്യൂട്രലായിട്ടുള്ള വ്യക്തിയുടെ സ്ഥാനമാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ആരുടെയും പക്ഷം ചേരുന്നില്ല. ഐൻസ്റ്റീനു വേണ്ടി വാദിക്കുന്നത് ഹാബറാണ്. ഫിലിപ്പ് ലെനാർഡ് പറയുന്നത് ഹാബറും ആൽബർട്ട് ഐൻസ്റ്റീനും തമ്മിൽ ഒരു രഹസ്യ ഇടപാടുണ്ട്. 6000 മാർക്ക് ഐൻസ്റ്റീന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഷെയർ ഹാബറിന് കൊടുക്കുന്നതാണ്. മാക്സ് പ്ലാങ്ക് അത്തരത്തിലുള്ള വിമർശനങ്ങളെയൊക്കെ തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം അതിനൊന്നും തെളിവില്ല. വെറുതെ വായിൽ തോന്നുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് വിളിച്ചു പറയാൻ സാധിക്കുകയില്ല. അതിനുള്ള ഒരു വേദിയല്ല ഇത്. ഫിലിപ്പ് ലെനാർഡ് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, ഒരിക്കലും ഇത്രയും പണം ചിലവഴിക്കാൻ സാധിക്കുകയില്ല. അടിസ്ഥാനപരമായിട്ടുള്ള ശാസ്ത്രം തെറ്റാണെന്ന് അദ്ദേഹം തെളിയിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അദ്ദേഹം പറയുന്നതൊക്കെ തന്നെയും ഊഹാപോഹങ്ങളാണ്. അതിനുവേണ്ടി പണം ചെലവഴിച്ചതുകൊണ്ട് പ്രഷ്യൻ അക്കാഡമിക്കോ മനുഷ്യകുലത്തിനോ ഒരു പ്രയോജനവുമില്ല. നമ്മൾ പണം ചെലവഴിക്കേണ്ടത് ശാസ്ത്രം ഉപയോഗിച്ച്, അടിസ്ഥാന ശാസ്ത്രം ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന പല ആപ്ലിക്കേഷനുകൾക്ക് വേണ്ടിയാണ്. മനുഷ്യരെ നേരിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകൾക്ക് വേണ്ടിയാണ്. വെളിയിൽ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ആൽബർട്ട് ഐൻസ്റ്റീന് മറുപടി കിട്ടി. 6000 മാർക്ക് തരാൻ സാധിക്കുകയില്ല, താങ്കൾക്ക് വേണമെങ്കിൽ 2000 മാർക്ക് ഉപയോഗിച്ചിട്ട് ഈ പരീക്ഷണങ്ങൾ നടത്താം. ഐൻസ്റ്റീൻ അവിടെ ഒന്നും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ദേഷ്യവും അരിശവും ഒക്കെ തീർക്കുന്നത് എൽസയുടെ അപ്പാർട്ട്മെൻറ്റിൽ വെച്ചാണ്. 2000 മാർക്ക് ഉപയോഗിച്ച് ഒരിക്കലും ക്രീമിയയിൽ പോയി എനിക്ക് അത്തരത്തിലുള്ള ഒരു ചിത്രീകരണം നടത്താൻ സാധിക്കുകയില്ല. ഇത് ഈ പറയുന്ന പ്രഷ്യൻ അക്കാഡമിയിലെ പ്രൊഫസർമാർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ആ 2000 മാർക്ക് മാത്രം എനിക്ക് വാഗ്ദാനം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. എൽസയ്ക്ക് നല്ലൊരു ഉപദേശം കൊടുക്കാനുണ്ടായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീന്. നിങ്ങൾ എന്തിനാണ് പൂർണ്ണമായിട്ടും ഈ പ്രഷ്യൻ അക്കാഡമിയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്? നിങ്ങൾക്ക് ഗുസ്തേവിനെ പോയി കണ്ടുകൂടെ? ഗുസ്തേവിനോട് ഈ കാര്യം അഭ്യർത്ഥിച്ചുകൂടെ? ഗുസ്തേവ് എന്ന് പറയുന്നത് വളരെ പ്രശസ്തനായിട്ടുള്ള, വളരെ ധനികനായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയലിസ്റ്റാണ്. ആൽബർട്ട് ഐൻസ്റ്റീന് അതിനോട് യോജിക്കാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനൊരു ഇൻഡസ്ട്രിയലിസ്റ്റിന് ഈ ശാസ്ത്രത്തെക്കുറിച്ചും ശാസ്ത്ര പരീക്ഷണങ്ങളെക്കുറിച്ചുമൊക്കെ എന്തറിയാനാണ്? തീർച്ചയായിട്ടും അദ്ദേഹം എന്നെ ഒഴിവാക്കി വിടത്തേ ഉള്ളൂ. എൽസ ആൽബർട്ട് ഐൻസ്റ്റീനെ തിരുത്തി. നിങ്ങൾ വിചാരിക്കുന്നത് പോലൊരു വ്യക്തിയല്ല ഗുസ്തേവ്. പ്രഷ്യൻ അക്കാഡമിക്ക് പ്രധാനമായിട്ടും ഫണ്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഗുസ്തേവാണ്.
അദ്ദേഹത്തെ നിങ്ങൾ നേരിട്ട് പോയി കാണൂ. എന്തിനാണ് നിങ്ങൾ പ്രഷ്യൻ അക്കാഡമിയുടെ മുൻപിൽ തല കുമ്പിട്ട് നിൽക്കുന്നത്? അന്ന് അർദ്ധരാത്രിയോട് അടുപ്പിച്ചുള്ള സമയത്ത് മാത്രമാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എൽസയുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും തൻ്റെ സ്വന്തം ഗൃഹത്തിലേക്ക് യാത്ര പുറപ്പെട്ടത്. എന്നാൽ അതിനും ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഒരു 5 മണി 6 മണിയൊക്കെ ആയ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മെലേവ മാത്രമുള്ള ആ വീട്ടിലേക്ക് ഒരു അതിഥി എത്തിച്ചേരുന്നുണ്ട്. ഒരു സെർബിയക്കാരനായിട്ടുള്ള വാരിയാക്ക് എന്ന മാത്തമെറ്റീഷ്യനാണ് എത്തിച്ചേരുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീനെ കാണുക, ചില സംശയങ്ങളൊക്കെ സംസാരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. മെലീവ പറഞ്ഞു അദ്ദേഹം ചിലപ്പോഴൊക്കെ അർദ്ധരാത്രി ആകുമ്പോഴായിരിക്കും ഇവിടെ മടങ്ങി വരിക. മിക്കവാറും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ തന്നെ ഉണ്ടാകും, പ്രഷ്യൻ അക്കാഡമിയിൽ ഉണ്ടാകും. വാരിക്കാക്ക് പറഞ്ഞു ഇല്ല, ഞാൻ പ്രഷ്യൻ അക്കാഡമിയിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹം ഇന്ന് നേരത്തെ തന്നെ അവിടെ നിന്നും വീട്ടിലേക്ക് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മെലീവ ഞെട്ടലോടുകൂടിയാണ് ആ കാര്യം കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മിക്ക ദിവസങ്ങളിലും പാതിരാത്രിയിൽ എത്തിച്ചേരുന്ന തൻ്റെ ഭർത്താവ് കൃത്യസമയത്ത് തന്നെ പ്രഷ്യൻ അക്കാഡമിയിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ടാകും. അദ്ദേഹം മറ്റെവിടേക്കോ ആയിരിക്കണം പോവുക. വാരിയാക്കിനെ അകത്തേക്ക് ക്ഷണിച്ച് കസേരയിൽ ഇരുത്തി സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കാനും അവൾ ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ വാരിയാക്ക് അവളുടെ സെർബിയയിൽ നിന്നാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അവളുടെ സ്വന്തം നാടായ സെർബിയ. മറ്റൊരു സെർബിയക്കാരനെ കണ്ടതോടുകൂടി അവളുടെ മാതൃഭാഷയിൽ കുറേയധികം നേരം അദ്ദേഹത്തോട് സംസാരിച്ചു. സമയം ഒരുപാട് വൈകിയതിന് ശേഷം മാത്രമാണ് വാരിയാക്ക് അവിടെ നിന്നും വെളിയിലേക്ക് പോകുന്നത്. ഏതാണ്ട് അർദ്ധരാത്രിയോട് അടുപ്പിച്ചുള്ള സമയത്താണ് ആൽബർട്ട് ഐൻസ്റ്റീൻ വീട്ടിൽ മടങ്ങിയെത്തിയത്. മെലേവ ഗൗരവത്തോടു കൂടി തന്നെ ചോദിച്ചു, ഇത്രയും നേരം നിങ്ങൾ എവിടെയായിരുന്നു? ഞാനെവിടെ പോകാനാണ്, ഞാൻ എൻ്റെ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു, പ്രഷ്യൻ അക്കാഡമിയിൽ ഉണ്ടായിരുന്നു. നിങ്ങളെ തിരക്കി ഒരാൾ ഇവിടെ വന്നിരുന്നു. വാരിയാക്ക് എന്ന ഒരു മാത്തമെറ്റീഷ്യനാണ് എത്തിച്ചേർന്നത്. ആ പേര് കേട്ടപ്പോൾ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീന് ഒരു അലോസരമാണ് തോന്നിയത്. ഓ, അങ്ങേര് ഇവിടെയും വന്നോ? അങ്ങേരെ കൊണ്ട് ഒരു രക്ഷയുമില്ല, നിരന്തരമായിട്ട് എനിക്ക് കത്തുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. സഹി കേട്ടാണ് നേരിട്ട് എന്നെ ഇവിടെ വന്ന് കാണാൻ പറഞ്ഞത്. മെലേവ പെട്ടെന്ന് ഇടയ്ക്ക് കയറി സംസാരിക്കുന്നു. വാരിയാക്ക് നിങ്ങളെ തിരക്കി ആദ്യം പോയത് പ്രഷ്യൻ അക്കാഡമിയിലാണ്. അവിടെ ചെന്നപ്പോൾ നിങ്ങൾ ഇന്ന് നേരത്തെ തന്നെ വീട്ടിലേക്ക് പുറപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചത്. ആൽബർട്ട് ഐൻസ്റ്റീൻ പെട്ടെന്നൊന്ന് പതറിപ്പോകുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വന്ന് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ തുടങ്ങി. അത് ഞാൻ അങ്ങനെ തന്നെ പറയിപ്പിച്ചതാണ്, വലിയ ശല്യമാണ്, വെറുതെ സമയം കളയും, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ചില റിസർച്ച് വർക്കുകൾ ചെയ്യാനുണ്ടായിരുന്നു. എന്നാലും മെലേവ അടങ്ങുന്നില്ല. അവർ രണ്ടുപേരും തമ്മിൽ പിന്നെയും കലഹമായി. കലഹിച്ചാണ് ആ രാത്രിയും പതിവ് പോലെ അവിടെ അസ്തമിക്കുന്നത്. 2 ദിവസങ്ങൾക്ക് ശേഷം ആൽബർട്ട് ഐൻസ്റ്റീൻ വീട്ടിൽ നിന്നും ഇറങ്ങി. ഇത്തവണ പോയത് പ്രഷ്യൻ അക്കാഡമിയിലേക്കല്ല, ഒരു ലോങ് ട്രിപ്പാണ്. എസനിലേക്കാണ് പോയത്. അവിടെ കുറച്ച് നാൾ താമസിക്കണം, ഒപ്പം ഗുസ്തേവിനെ കാണണം. ഇതേ സമയം തന്നെ എൽസയും അവളുടെ വീട്ടിൽ നിന്നും ഇറങ്ങി. അവളുടെ ലക്ഷ്യവും എസൻ തന്നെയാണ്. ആൽബർട്ട് ഐൻസ്റ്റീനോടൊപ്പം ഗുസ്തേവിനെ കാണുന്നതാണ് ലക്ഷ്യം. അവർ കുറച്ചുനാൾ ഒന്നിച്ച് എസനിലുണ്ടായിരുന്നു. അതിനിടയിൽ ഒരു ദിവസമാണ് ഗുസ്തേവ് അവർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുത്തത്. ഗുസ്തേവിനെ ആദ്യം കാണുന്നത് ആൽബർട്ട് ഐൻസ്റ്റീനാണ്. അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര പരീക്ഷണങ്ങളെക്കുറിച്ചും ക്രീമിയിൽ നടത്താൻ പോകുന്ന പരീക്ഷണങ്ങളെക്കുറിച്ചും ഒക്കെ വിശദീകരിച്ചു കൊടുത്തു. പക്ഷേ ഗുസ്തേവിന് കാര്യമായിട്ടൊന്നും തന്നെ മനസ്സിലായില്ല. അത് മനസ്സിലാക്കിയ എൽസ ഇടപെടുന്നു. എൽസ പറഞ്ഞു, ആൽബർട്ട് ഐൻസ്റ്റീൻ നാളത്തെ ഒരു പ്രമുഖ ശാസ്ത്രജ്ഞനായി മാറാൻ പോകുന്ന വ്യക്തിയാണ്. നിരവധി നൊബേൽ പുരസ്കാരങ്ങൾ അദ്ദേഹം കരസ്ഥമാക്കും. ചരിത്രത്തിൽ സ്വർണ്ണ ലിപിയിൽ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പേര് എഴുതി ചേർക്കുന്നതാണ്. ആ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പേരിനൊപ്പം ഗുസ്തേവിൻ്റെ പേര് കൂടി എഴുതി ചേർക്കണ്ടേ? നിങ്ങൾ ചെയ്യേണ്ടത് അദ്ദേഹത്തിന് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാനുള്ള ഫണ്ട് കൊടുക്കുക എന്നത് മാത്രമാണ്. 6000 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായിട്ടുള്ള ഒരു തുകയാണ്. ഗുസ്തേവ് ആൽബർട്ട് ഐൻസ്റ്റീനെ അധികം വേദനിപ്പിക്കാത്ത രീതിയിലാണ് മറുപടി നൽകാനായിട്ട് ശ്രമിക്കുന്നത്. എനിക്ക് പ്രഷ്യൻ അക്കാഡമിയിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. മിക്കവരും പ്രൊഫസർമാർ തന്നെയാണ്, താങ്കളെക്കാൾ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫസർമാർ. അവർ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ പല തിയറികളും വെറും ഊഹാപോഹങ്ങൾ മാത്രമാണെന്നാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല. ശേഷം അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, ഞാൻ ആദ്യമായി മോളിക്യൂൾസിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഈ കൂട്ടർ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അത് പിന്നീട് തെളിയിക്കപ്പെട്ടില്ലേ? അതുപോലെ തന്നെ സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി, അതിനും ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടതാണ്. എന്നാൽ ഇന്ന് ലോകം അംഗീകരിക്കുന്ന 2 തിയറികളായിട്ട് അത് മാറിയിരിക്കുന്നു.
ആ തിയറികളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ പ്രഷ്യൻ അക്കാഡമിയിലെ തന്നെ ഒരു പ്രൊഫസറായി മാറിയത്. എൻ്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ തന്നെയും വെറും തോന്നലുകൾ മാത്രമാണെങ്കിൽ വെറും ഒരു പേറ്റന്റ് ക്ലർക്കായിരുന്ന എന്നെ അവർ പ്രഷ്യൻ അക്കാഡമിയിലേക്ക് വിളിച്ചു കൊണ്ടുവരുമോ? ഇത്രയധികം സാലറി തന്നെ എന്നെ അവിടുത്തെ പ്രൊഫസറാക്കി മാറ്റുമോ? ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ 2 തിയറികൾ പോലെയല്ല മൂന്നാമത്തെ ജനറൽ റിലേറ്റിവിറ്റി. ഈ പ്രപഞ്ചത്തെ തന്നെ പൊളിച്ചെഴുതാൻ പോകുന്ന ഒരു വലിയ തിയറിയാണ്. ആ തിയറി നമുക്ക് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ക്രീമിയിൽ നടത്തുന്ന ആ ടോട്ടൽ സോളാർ എക്ലിപ്സ് നമ്മൾ ചിത്രീകരിക്കുക തന്നെ വേണം. നിങ്ങൾ എൻ്റെ ഒപ്പം തയ്യാറാണോ ചരിത്രം രചിക്കാനായി? ഗുസ്തേവ് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി കൈ ഉയർത്തി ഹസ്തദാനത്തിന് മുതിർന്നു. ആൽബർട്ട് ഐൻസ്റ്റീനും ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈ അമർത്തി ഹാൻഡ് ഷേക്ക് ചെയ്തു. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആ മുറിയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങുന്നത്. മുറിയുടെ വെളിയിൽ ഗുസ്തേവിനെ കാണാനായി നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് അതിഥികൾ നിൽപ്പുണ്ടായിരുന്നു. അതൊന്നും ഗവനിക്കാതെ അദ്ദേഹം എൽസയെ ചുംബിച്ചു. എൽസ ഒന്ന് ഭയന്നുപോയി. ആളുകളെ സംബന്ധിച്ചിടത്തോളം ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഭാര്യയല്ല എൽസ. ആൽബർട്ട് ഐൻസ്റ്റീനെ ഇപ്പോൾ മിക്ക ആളുകൾക്കും അറിയാം, പ്രത്യേകിച്ചും ജർമ്മനിയിലുള്ള വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾക്കും അറിയാം. അവരുടെ മുൻപിൽ വെച്ച് ഐൻസ്റ്റീൻ മറ്റൊരു സ്ത്രീയെ ചുംബിച്ചിരിക്കുന്നത് അവർക്ക് വലിയ രീതിയിലുള്ള ഒരു വിഷമമാണ് അപ്പോൾ തോന്നിയത്. ഗുസ്തേവിൻ്റെ വീട്ടിൽ നിന്നും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് ആൽബർട്ട് ഐൻസ്റ്റീനും എൽസയും ഒരു കുതിരവണ്ടിയിലാണ് യാത്ര പുറപ്പെടുന്നത്. ആ യാത്രക്കിടയിൽ എൽസ ആവശ്യപ്പെട്ടു, എത്രയും പെട്ടെന്ന് നമ്മുടെ കാര്യം മെലേവയെ അറിയിക്കണം, നമുക്ക് വിവാഹിതരാകണം. നീ എന്താണ് ഈ പറയുന്നത്? എനിക്ക് 2 ആൺമക്കളുണ്ട്. അതുപോലെ മെലേവയോട് ഇതെങ്ങനെയാണ് എനിക്ക് തുറന്നു പറയാൻ സാധിക്കുക? അവളെ ഉപേക്ഷിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല. എന്നെ വിശ്വസിച്ച് എൻ്റെ ഒപ്പം ഇറങ്ങി വന്നവളാണ്. എന്നെക്കൊണ്ട് അത് സാധിക്കുന്നതല്ല. എൽസ പറഞ്ഞു, ലോകം മുഴുവനും ഇപ്പോൾ എന്നെ കാണുന്നത് താങ്കളുടെ മിസ്ട്രസ് ആയിട്ടാണ്, താങ്കളുടെ ഭാര്യയായിട്ടല്ല. താങ്കൾക്കതൊരു വലിയ നാണക്കേടൊന്നും ആയിരിക്കുകയില്ല, പക്ഷേ എനിക്കത് വലിയ നാണക്കേടാണ്. ആ നാണക്കേടും പേറി ജീവിക്കാൻ എന്നെക്കൊണ്ട് ഇനി സാധിക്കുകയില്ല. എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ അറിയിക്കണം. ആൽബർട്ട് ഐൻസ്റ്റീനും എൽസയും എസ്എനിലായിരുന്ന സമയത്ത് ഹാബറിൻ്റെ ഭാര്യയായ ക്ലാര മെലേവയെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവർ വെറുതെ പരസ്പരം ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് മെലേവ എൽസയെക്കുറിച്ച് പറയുന്നത്. എൽസ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു നേരം പോക്കായനെ, നമുക്ക് 3 പേർക്കും ഒന്നിച്ച് കളിക്കാമായിരുന്നല്ലോ. നിന്നെ വിളിച്ച കൂട്ടത്തിൽ തന്നെ ഞാൻ എൽസയ്ക്കും ഒരു കത്ത് എഴുതിയിരുന്നു. പക്ഷേ അവിടെ നിന്നൊരു മറുപടി കിട്ടിയത് അവൾ എസ്എനിലേക്ക് പോവുകയാണെന്നാണ്. എസ്എനിൽ ഗുസ്തേവിനെ കാണണമത്രേ. സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ മെലേവയുടെ വായിൽ നിന്നും ഒരു മറുപടി വന്നു. ആൽബർട്ട് ഐൻസ്റ്റീനും എസ്എനിലാണല്ലോ, അദ്ദേഹത്തിനും ഗുസ്തേവിനെ കാണണമെന്നാണ് പറഞ്ഞത്. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മെലേവയ്ക്ക് ഒരു കാര്യം മനസ്സിലായത്. അങ്ങനെയാണെങ്കിൽ 2 പേരും പോയിരിക്കുന്നത് എസ്എനിലാണ്. 2 പേരും ഒന്നിച്ചായിരിക്കണം അവിടെ ഉണ്ടായിരിക്കുക ദിവസങ്ങളോളം. ഗുസ്തേവിനെ കാണുന്നതും ഒന്നിച്ചായിരിക്കണം. എന്തിനായിരിക്കാം അവർ 2 പേരും ഒന്നിച്ച് അവിടെ പോയത്? അതിൻ്റെ മറുപടി ക്ലാരയ്ക്ക് നൽകാൻ സാധിക്കുമെന്നുള്ള നിഗമനത്തോടു കൂടി മെലേവ ക്ലാരയെ നോക്കി. ക്ലാരയ്ക്ക് മെലേവയുടെ മുഖത്തേക്ക് നോക്കാൻ സാധിക്കുമായിരുന്നില്ല. അവൾ നിലത്തേക്ക് തന്നെ നോക്കി നിന്നു. നിനക്കിതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ ക്ലാര? മെലേവ വളരെ ദുഃഖത്തോടു കൂടി തന്നെ ചോദിച്ചു. ക്ലാര പറഞ്ഞു, എനിക്ക് മാത്രമല്ല, ഇതിനെക്കുറിച്ച് അറിയാത്തതായി ഈ നാട്ടിൽ വേറെ ആരും ഉണ്ടാവുകയില്ല. നീ മാത്രമേ ഇത് അറിയാത്തതായിട്ടുള്ളൂ. ഞാൻ ആദ്യം കരുതിയത് നിനക്കിതറിയാം, നീ കണ്ണടച്ചിരിക്കുകയാണെന്നാണ്. എന്നാൽ ഇപ്പോൾ മാത്രമാണ് എനിക്ക് മനസ്സിലായത് നിനക്കിതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ലെന്ന്. എനിക്കെങ്ങനെ അങ്ങനെ കണ്ണടച്ചിരിക്കാനായിട്ട് സാധിക്കും? എൻ്റെ 2 ആൺകുട്ടികളുടെ ഭർത്താവാണ് ഐൻസ്റ്റീൻ. അദ്ദേഹമാണ് എന്നോട് ഒരു വലിയ പാതകം ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ഒരു സ്ത്രീക്കും സഹിക്കാൻ സാധിക്കാത്ത ഒരു പാതകം. ഇതുപോലൊരു പാതകം ഹാബർ നിന്നോട് ചെയ്തിരുന്നെങ്കിലോ നീയും അതുപോലെ തന്നെ കണ്ണടച്ചിരിക്കുമോ? ക്ലാര കണ്ണീരോടുകൂടിയാണ് അതിന് മറുപടി പറയുന്നത്. ഞാൻ അങ്ങനെ തന്നെയാണല്ലോ ഇരിക്കുന്നത്. കണ്ണുകൾ മുറുക്കി അടച്ചിട്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. ഇതെൻ്റെ മാത്രം അവസ്ഥയല്ല. പുരുഷന്മാർക്ക് എന്തും സാധിക്കും. സ്ത്രീകൾ അതെല്ലാം കണ്ടില്ല എന്ന് നടിച്ച് അവരോടൊപ്പം ജീവിക്കണം. അതാണ് സ്ത്രീയുടെ വിധി. എന്ത് PhD ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. പുരുഷൻ്റെ കാൽപാദങ്ങൾക്ക് അടിയിൽ മാത്രമാണ് എന്നും സ്ത്രീയുടെ സ്ഥാനം. പക്ഷേ നമുക്ക് പ്രതികാരം ചെയ്യാൻ സാധിക്കും. നമ്മളും സ്നേഹം ആഗ്രഹിക്കുന്നില്ലേ? ചതിയില്ലാത്ത സ്നേഹം ആഗ്രഹിക്കുന്നില്ലേ? ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിൽ എനിക്ക് ഒരു കമിതാവുണ്ട്. ഹാബർ അറിയാതെ തന്നെ
അദ്ദേഹത്തോട് മധുരമായി ഞാൻ പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിനക്കും അത്തരത്തിൽ പ്രതികാരം ചെയ്യാം. നീയും നിനക്ക് പറ്റിയ ഒരാളെ കണ്ടെത്ത്. ഐൻസ്റ്റീനോട് നിനക്കും പ്രതികാരം ചെയ്യാം. ആ ദിവസം മെലേവയ്ക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ തന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് അവൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. പക്ഷേ മറ്റൊരു സ്ത്രീയുമായിട്ട് ഇപ്രകാരം ജീവിക്കുന്നുണ്ടെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രതീക്ഷകൾക്കുമൊക്കെ അപ്പുറമാണ് അവൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ. ക്ലാരയുടെ ആ വാക്കുകൾ അവളുടെ ചെവിയിൽ തന്നെ നിൽക്കുകയാണ്. നമുക്കും പ്രതികാരം ചെയ്യാം. പ്രതികാരം ചെയ്യാനായി അവളുടെ മനസ്സിലേക്ക് വന്നത് ഒരൊറ്റ രൂപം മാത്രമാണ്. അവളെ ഒരു ദിവസം വൈകുന്നേരം വന്ന് കണ്ട അവളുടെ സ്വന്തം നാട്ടുകാരനായ വാരിയാക്ക് എന്ന മാത്തമാറ്റീഷ്യൻ. അദ്ദേഹം ഇപ്പോഴും ഈ ജർമ്മനിയിലുണ്ട്. ഐൻസ്റ്റീനെ നേരിട്ട് കാണാനായിട്ട് അദ്ദേഹം ഇവിടെ താമസിക്കുന്നുണ്ട്. വാരിയാക്കും മെലേവയും ബെർലിനിലെ വളരെ പോഷായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടു. രണ്ടുപേരും ഡിന്നർ കഴിച്ചു ഒന്നിച്ച്. ഡിന്നറിന് ശേഷം വാരിയാക്ക് അവളുടെ കയ്യിലൊന്ന് സ്പർശിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അറിയാതെ അവൾ കൈ വലിച്ചുപോയി. ഐൻസ്റ്റീൻ ചെയ്യുന്നത് പോലുള്ളൊരു പാതകം അവൾക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. അവൾ ഐൻസ്റ്റീനെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ. മറ്റൊരാൾക്കും അവളുടെ മനസ്സിലേക്ക് ഒരു സ്ഥാനവുമില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എസ്സനിൽ നിന്നും ആൽബർട്ട് ഐൻസ്റ്റീൻ മടങ്ങി വന്നു. എസ്സയുമായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ബന്ധത്തെക്കുറിച്ച് താൻ മനസ്സിലാക്കിയ കാര്യം അവൾ ഐൻസ്റ്റീനെ അറിയിച്ചു. എത്ര നാളായി നിങ്ങൾ ഈ ബന്ധം ആരംഭിച്ചിട്ട്? ഐൻസ്റ്റീന് രഹസ്യങ്ങൾ ഇനിയും മറച്ചു വയ്ക്കാൻ സാധിക്കുമായിരുന്നില്ല. അയാൾ അറിയാതെ പറഞ്ഞുപോയി, കുറേയധികം നാളുകളായി ഞങ്ങളുടെ ഈ ബന്ധം തുടങ്ങിയിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടേക്ക് വരാനുള്ള ഒരു കാരണക്കാരി അവളാണ് എനിക്ക് ഹാബറിനെ പരിചയപ്പെടുത്തി തന്നത്. ഹാബർ കാരണമാണ് എനിക്ക് പ്രഷ്യൻ അക്കാഡമിയിൽ ജോലി കിട്ടിയത്. അവളെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അല്ല, നമ്മൾ ഇവിടേക്ക് വന്നത്, നിന്നെ കൊണ്ടുവന്നതും അതിനുവേണ്ടിയായിരുന്നു. ഇനിയും ഇങ്ങനെയുള്ള ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഡിവോഴ്സ് ചെയ്യാം. മെലേവയുടെ കണ്ണുകൾ കവിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പറയാൻ സാധിക്കുന്നത്? നമ്മൾ പ്രണയിച്ച് വിവാഹം ചെയ്തവരല്ലേ? ഇപ്പോൾ ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഒരു വാക്കുകൊണ്ട് ആ ബന്ധം വേണ്ടെന്ന് വയ്ക്കാൻ സാധിക്കുന്നു? മെലേവ, ആദ്യം നമ്മളുടെ അവസ്ഥ എന്താണെന്ന് നീ മനസ്സിലാക്കുക. നമ്മൾ തമ്മിൽ ഒരു പ്രണയമുണ്ടോ ഇപ്പോൾ? ആദ്യഘട്ടങ്ങളിലുണ്ടായിരുന്നു, എന്നാൽ അപ്പോൾ ഉണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴില്ല. നിനക്ക് എല്ലായ്പ്പോഴും എന്നെ സംശയമാണ്. നീ സംശയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം ഞാനിപ്പോൾ നിന്നേക്കാൾ പ്രണയിക്കുന്നത് എൽസയാണ്. അങ്ങനെയുള്ള നമ്മൾ ഒന്നിച്ചു കഴിയേണ്ട കാര്യമുണ്ടോ? മെലീവ ഒരു കാരണവശാലും ഡിവോഴ്സ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നില്ല. അവൾക്ക് ഐൻസ്റ്റീനോടൊപ്പം തന്നെ കഴിയണം. ഐൻസ്റ്റീൻ ഈ കാര്യങ്ങളൊക്കെ ഹാബറിനെ അറിയിക്കുന്നു. ഹാബറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു കണ്ടീഷൻ ലെറ്റർ തന്നെ ഐൻസ്റ്റീൻ ഡ്രാഫ്റ്റ് ചെയ്ത് മെലേവയ്ക്ക് കൊടുത്തു. അത് മെലേവയെ വളരെയധികം രീതിയിൽ വേദനിപ്പിക്കുന്ന, അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു കണ്ടീഷൻ ലെറ്റർ ആയിരുന്നു. ഡൈവോഴ്സ് ഒന്നുമില്ലാതെ തന്നെ ഒന്നിച്ച് താമസിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കണ്ടീഷൻസ് പാലിക്കണം. ഒരു അടിമയെപ്പോലെ, ഒരു വേലക്കാരിയെ പോലെ മാത്രം ഈ വീട്ടിൽ കഴിയണം. എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഭക്ഷണം കൊണ്ടു തരണം, ചൂടുവെള്ളം ചോദിക്കുമ്പോൾ ചൂടുവെള്ളം തരണം, എൻ്റെ വസ്ത്രങ്ങളൊക്കെ വൃത്തിയായിട്ട് അലക്കി സൂക്ഷിക്കണം, അത് ഇസ്തിരിയിട്ട് വെക്കണം, സംസാരിക്കാതെ കടന്നു പോകൂ എന്ന് പറയുമ്പോൾ കടന്നു പോകണം. ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻസ് എഴുതിയിട്ടുള്ള ലെറ്ററാണ് അവൾക്ക് കൈമാറുന്നത്. ഇത് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നിച്ച് താമസിക്കാം. ആൽബർട്ട് ഐൻസ്റ്റീൻ ചിന്തിക്കുന്നത് ഇത് കാണുമ്പോൾ അവൾക്ക് ഐൻസ്റ്റീനോട് വലിയ വെറുപ്പ് തോന്നും, ഡിവോഴ്സ് തരുമെന്നൊക്കെയാണ്. പക്ഷേ അവൾക്ക് അപ്പോഴും ഡിവോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നില്ല. അവൾ പറഞ്ഞു, ഈ കണ്ടീഷൻസ് ഒക്കെ പാലിച്ച് നിങ്ങളുടെ ഒപ്പം ഒരു അടിമയായിട്ട് തന്നെ ഞാൻ നിൽക്കാം, പക്ഷേ ഒരിക്കലും നിങ്ങളെ ഡിവോഴ്സ് ചെയ്യാൻ എനിക്ക് സാധിക്കത്തില്ല. ക്ലാര പറഞ്ഞ വാക്കുകൾ വീണ്ടും അവളുടെ ചെവിയിൽ മുഴങ്ങിക്കേട്ടു. പ്രതികാരം ചെയ്യണം, ഐൻസ്റ്റീനോട് പ്രതികാരം ചെയ്യണം. ഈ കണ്ടീഷനൊക്കെ തന്ന് തന്നെ ഒരു അടിമയാക്കി മാറ്റിയിരിക്കുന്ന ഐൻസ്റ്റീനോട് ചെയ്യാൻ പറ്റുന്ന പ്രതികാരം അദ്ദേഹത്തിൻ്റെ തിയറിയെ ഒപ്പോസ് ചെയ്യുന്ന വാരിയേക്കിൻ്റെ ഒപ്പം ക്ഷയിക്കുക എന്നതാണ്. അന്ന് രാത്രിയിൽ തന്നെ അവൾ വാരിയേക്കിനെ കാണാനായിട്ട് പോയി. പിന്നീട് ആ ദിവസം അവൾ ചെലവഴിച്ചത് വാരിയേക്കിൻ്റെ ഒപ്പമായിരുന്നു. അതിനുശേഷം അവൾ അവിടെ നിന്നും ഇറങ്ങാൻ നേരത്ത് വാരിയേക്കിനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് പ്രണയമൊന്നുമില്ല. ഈ ഒരു നിമിഷത്തെ മാത്രം എൻ്റെ അബദ്ധമായിട്ട് നിങ്ങൾ ഇതിനെ കരുതിയാൽ മതി. ഇനി നമ്മൾ ഒരിക്കലും കാണത്തില്ല. വാരിയേക്ക് അത് എതിർത്തൊന്നും പറയുന്നില്ല. പക്ഷേ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ചില പേപ്പറുകൾ മെലേവയ്ക്ക് കൊടുത്തു. എന്നിട്ട് മെലേവയോട് പറഞ്ഞു, ഐൻസ്റ്റീനെയും എനിക്കിനി കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം എനിക്ക് ഒരു അപ്പോയിൻമെൻറ്റും തരുന്നില്ല.
ഞാൻ ശരിക്കും ഇവിടെ വന്നത് അദ്ദേഹത്തിന് വേണ്ടിയാണ്, അദ്ദേഹത്തിൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം ഇപ്പോൾ ക്രീമിയിൽ നടത്താൻ പോകുന്ന എക്സ്പെരിമെൻ്റ് അത് പരാജയപ്പെടും. ഒരുപക്ഷെ പ്രകാശം വളയുമായിരിക്കും, എന്നാൽ അദ്ദേഹം പറയുന്ന രീതിയിലായിരിക്കുകയില്ല വളയുന്നത്. അതിൻ്റെ ആംഗിൾ വ്യത്യാസമായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ മാത്തമെറ്റിക്കൽ ഡെറിവേഷൻ തെറ്റാണ്. അത് മാക്സ് പ്രിൻസിപ്പിളിന് വിരുദ്ധമാണ്. മാക്സ് പ്രിൻസിപ്പിൾ അത് പരാജയപ്പെട്ടു പോകുന്നു. ആ പേപ്പറുകൾ, ഡെറിവേഷൻ അടങ്ങിയ പേപ്പറുകൾ മെലേവയ്ക്ക് കൊടുത്തു. മെലേവ അതൊന്ന് ഓടിച്ചു നോക്കി. അവൾക്ക് കാര്യം കൃത്യമാണെന്ന് മനസ്സിലായി. ഇത് ആൽബർട്ട് ഐൻസ്റ്റീനോട് പറയണമെന്നാണ് വാര്യാക് പറയുന്നത്. പക്ഷേ മെലേവ ഇത് രഹസ്യമായിട്ട് തന്നെ സൂക്ഷിച്ചു. ഐൻസ്റ്റീനെ ഇത് അറിയിക്കുന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഐൻസ്റ്റീൻ ഫ്രോൺലിക്കും സംഘത്തിനും യാത്രയയപ്പ് നൽകി. അവർ ജർമ്മനിയിൽ നിന്നും ട്രെയിൻ കയറി സോവിയറ്റ് യൂണിയൻ്റെ അണ്ടറിലുള്ള ക്രീമിയയിലേക്ക് പുറപ്പെട്ടു. ക്രീമിയയിലേക്കുള്ള ആ ട്രെയിൻ യാത്രക്കിടയിൽ ഫ്രോൺലിയോടൊപ്പമുണ്ടായിരുന്ന ഒരു സഹഗവേഷകൻ അടുത്തിരുന്ന വ്യക്തി വായിക്കുന്ന പത്രം കണ്ടു. ആ പത്രത്തിൽ അദ്ദേഹത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഫ്രോൺലിയെ പെട്ടെന്ന് വിളിച്ചുണർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, കൈസർ വിൽഹം രണ്ടാമൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ജർമ്മനിയുടെ ആ ഘട്ടത്തിലെ ചക്രവർത്തിയാണ് കൈസർ വിൽഹം രണ്ടാമൻ. ഫ്രോൺലി വളരെ നിസ്സാരമായിട്ടാണ് അത് കേൾക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ആർക്കെതിരെയാണ്? സെർബിയക്കെതിരെയാണോ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്? അല്ല, റഷ്യക്കെതിരെയാണ്. ഇപ്പോൾ അവർ യാത്ര ചെയ്ത് റഷ്യയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. റഷ്യയിലൂടെയാണ് അവരുടെ ട്രെയിൻ കടന്നു പോകുന്നത്. അതായത് അവരുടെ ശത്രു രാജ്യത്തിലൂടെയാണ് ഈ ട്രെയിനിൽ അവർ യാത്ര ചെയ്യുന്നത്. ശത്രുക്കൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, പട്ടാളക്കാർക്ക് ഒരു ചെറിയ ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും പിന്നെ പുറം ലോകം കാണുകയില്ല. കൊന്നുകളയാൻ പോലും റഷ്യക്കാർ മടിക്കുന്നതുമല്ല. വളരെ ഭയത്തോടു കൂടി തന്നെയാണ് ആ ഗവേഷകർ ഇരിക്കുന്നത്. ഒരു ഗവേഷകൻ പറഞ്ഞു, അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ ഈ ട്രെയിൻ എത്തിച്ചേരുമ്പോൾ നമുക്ക് അവിടെ ഇറങ്ങാം. അവിടെ നിന്നും തിരിച്ച് ജർമ്മനിയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തേക്കോ പോകുന്ന ട്രെയിൻ നമുക്ക് കിട്ടാതിരിക്കുകയില്ല. പക്ഷേ ഫ്രോൺലിക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുമായിരുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിത അഭിലാഷമാണ് ഇത് ചിത്രീകരിക്കുക, ഐൻസ്റ്റീൻ്റെ തിയറി ശരിയാണെന്ന് തെളിയിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹം കൃത്യമായിട്ട് തന്നെ പറഞ്ഞു, നമ്മൾ എങ്ങോട്ടും മടങ്ങിപ്പോകുന്നില്ല, നമ്മൾ ക്രീമിയയിലെത്തും, ഈ ഒരു സൂര്യഗ്രഹണം ചിത്രീകരിക്കും, ശേഷം നമ്മൾ സുരക്ഷിതരായി മടങ്ങി നമ്മുടെ നാട്ടിലെത്തും. ട്രെയിൻ ഓടി അടുത്ത സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. ഒരു 5 മിനിറ്റ് മാത്രമാണ് ആ ട്രെയിൻ അവിടെ കിടക്കേണ്ടത്. എന്നാൽ 5-10 മിനിറ്റുകൾ കഴിഞ്ഞിട്ടും ആ ട്രെയിൻ പുറപ്പെടുന്നില്ല. ട്രെയിനിലൂടെ പട്ടാളക്കാർ കയറി ഇറങ്ങി നടക്കുന്നത് അവർ കണ്ടു. വളരെ ഭയത്തോടു കൂടി തന്നെ അവർ അവിടെ ശ്വാസം അടക്കി പിടിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെയും അരികിൽ ഒരു പട്ടാളക്കാരൻ എത്തിച്ചേർന്നു. റഷ്യൻ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പാസ്പോർട്ട് കാണിക്കുക. വളരെ ഭയത്തോടു കൂടി തന്നെ ഫ്രോൺലി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പാസ്പോർട്ട് ആ റഷ്യൻ പട്ടാളക്കാരൻ്റെ നേർക്ക് നീട്ടി. ആ പാസ്പോർട്ട് തുറന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് വ്യക്തമായിട്ട് മനസ്സിലായി ഈ മുൻപിലിരിക്കുന്ന വ്യക്തി ഒരു ജർമ്മൻകാരനാണെന്ന്. ഫ്രോൺലിയെയും അദ്ദേഹത്തിൻ്റെ സഹഗവേഷകരെയും ബലം പ്രയോഗിച്ച് അവർ ട്രെയിനിൽ നിന്നും വലിച്ച് വെളിയിലേക്ക് എറിഞ്ഞു. അവരുടെ ലഗേജുകൾ പരിശോധിച്ചു. ആ ലഗേജുകളുടെ ഉള്ളിൽ വലിയ വലിപ്പത്തിലുള്ള ക്യാമറകൾ ഉള്ളതായിട്ട് അവർക്ക് മനസ്സിലായി. അവർ ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കും, യുദ്ധം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ചില ആളുകൾ, ജർമ്മൻകാർ അവരുടെ രാജ്യത്തിലൂടെ കടന്നു പോകുന്നു, അതും വളരെയധികം വിലയേറിയ ചില ക്യാമറകളുമായിട്ട്. ചാരന്മാരാണെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. റഷ്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ചിത്രീകരിച്ച് ജർമ്മനിയിൽ കൊണ്ടുപോകുകയാണ് അവരുടെ ലക്ഷ്യമെന്ന് റഷ്യൻ പട്ടാളക്കാർ ഉറപ്പിച്ചു. അതിനെ എതിർക്കാനായിട്ട് ഫ്രോൺലി ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഒരു അസ്ട്രോണമറാണ്, വളരെ പ്രശസ്തനായിട്ടുള്ളൊരു അസ്ട്രോണമറാണ്, കൂടാതെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു ദൗത്യവുമായിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ റഷ്യക്കാർ അതൊന്നും ചെവി കേൾക്കുന്നില്ല. ഫ്രോൺലിക്കും ഒപ്പമുണ്ടായിരുന്ന സഹഗവേഷകർക്കും വളരെ ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് പിന്നീട് ഏൽക്കേണ്ടി വരുന്നത്. റഷ്യയിലെ ഇരുണ്ട ജയിലറകളിലേക്ക് അവരെ മാറ്റി ക്രൂരമായി തന്നെ പീഡിപ്പിച്ചു. ജർമ്മനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വിവരങ്ങൾ അറിയുകയായിരുന്നു ഈ റഷ്യൻ പട്ടാളത്തിൻ്റെ ലക്ഷ്യം. പക്ഷേ ഫ്രോൺലിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയുകയില്ലായിരുന്നു. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, നിങ്ങൾ എന്തൊക്കെയാണ് ചിത്രീകരിക്കാൻ ഇവിടെ വന്നിരിക്കുന്നതെന്നൊക്കെ റഷ്യക്കാർ ആവർത്തിച്ച് ചോദിച്ചു. അതിൻ്റെ എല്ലാം മറുപടി സോളാർ എക്ലിപ്സ് എന്ന് തന്നെ ആയിരുന്നു. പക്ഷേ അതൊന്നും റഷ്യക്കാർ ചെവിക്കൊള്ളുന്നില്ല. അധികം വൈകാതെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി. അദ്ദേഹത്തിന് കത്തുകളൊന്നും ലഭ്യമാകുന്നില്ല. പക്ഷേ അദ്ദേഹം അനുമാനിച്ചെടുക്കുകയാണ്, അവിടെ എത്തിച്ചേർന്നാൽ ഉടൻ തന്നെ ഇവിടേക്ക് ഒരു ടെലഗ്രാം അയക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനൊരു ടെലഗ്രാം കിട്ടിയിട്ടില്ല. മാത്രമല്ല, അവർ പുറപ്പെട്ടതിന് ശേഷം
ജർമ്മനി റഷ്യയ്ക്കെതിരെ ഒരു യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അവർ പിടിക്കപ്പെടാം, അവരെ വെടിവെച്ച് കൊല്ലാനുള്ള സാധ്യതയുമുണ്ട്. മാക്സ് പ്ലാങ്കിൻ്റെ സഹായത്താൽ ജർമ്മനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് സംവദിക്കാൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ പരാജയപ്പെടുകയാണ്. എന്നാലും അദ്ദേഹം നിരന്തരമായിട്ട് ജർമ്മനിയിലെ ചക്രവർത്തിയുമായിട്ട് സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ ആ സൂര്യഗ്രഹണം നടക്കുന്ന ദിവസവും എത്തിച്ചേർന്നു. വെളിയിൽ സൂര്യഗ്രഹണം നടക്കുമ്പോൾ നിറകണ്ണുകളോടുകൂടി തൻ്റെ ജയിലറയിലെ വെന്റിലേറ്ററിലൂടെ ഫ്രോൺലി വെളിയിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ നിന്നു. അദ്ദേഹത്തിന് വേറൊന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. സൂര്യഗ്രഹണം നടക്കുന്ന സമയത്ത് അവിടെ നക്ഷത്രങ്ങൾ തെളിഞ്ഞു വരുന്നത് ഫ്രോൺലി വ്യക്തമായി തന്നെ കണ്ടു. പക്ഷേ ചിത്രീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ പക്കൽ ക്യാമറ ഉണ്ടായിരുന്നില്ല. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ശ്രമങ്ങൾ ഫലം കാണുന്നത്. റഷ്യൻ ഗവൺമെൻറ്റും അതുപോലെ ജർമ്മൻ ഗവൺമെൻറ്റും ചില ഇടപാടുകൾ നടത്താനായിട്ട് തീരുമാനിച്ചു. ജർമ്മനിയുടെ കയ്യിൽ ചില റഷ്യൻ പട്ടാളക്കാരുണ്ടായിരുന്നു, അവരെ വിട്ടു നൽകാം, പകരം ജർമ്മനിയുടെ ഈ ആസ്ട്രോണമേഴ്സിനെ വിട്ടു തരാൻ അവർ ആവശ്യപ്പെട്ടു. അങ്ങനെ ഫ്രോൺലിയും സംഘവും തിരികെ സുരക്ഷിതരായി ജർമ്മനിയിലേക്ക് മടങ്ങിയെത്തി. പക്ഷേ വലിയ രീതിയിലുള്ള ക്രൂരതകൾക്ക് അവർക്ക് വിധേയരാകേണ്ടി വന്നു. വലിയ പരിക്കുകളോടുകൂടിയാണ് അവർ മടങ്ങിയെത്തുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ വളരെയധികം സന്തുഷ്ടവാനാണ്. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് നടത്താൻ സാധിച്ചില്ല എങ്കിൽ പോലും തനിക്ക് വേണ്ടി യാത്ര പുറപ്പെട്ട ആ സംഘം സുരക്ഷിതരായി മടങ്ങിയെത്തി. ഈ സന്തോഷ വാർത്ത അദ്ദേഹം മെലേവയുമായിട്ട് ഷെയർ ചെയ്തു. മെലേവ് പറഞ്ഞു, നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, അവർക്ക് അന്ന് ആ വീഡിയോ ചിത്രീകരിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയേനെ, ലോകം മുഴുവൻ നിങ്ങളെ കളിയാക്കിയേനെ. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പോരെ, അല്ലാതെ എൻ്റെ തിയറിയെ നീ കളിയാക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ കളിയാക്കിയതല്ല, ഞാൻ പറഞ്ഞത് വാസ്തവമാണ്. വാരിയാക്ക് തന്നിരുന്ന ആ പേപ്പറുകൾ ആൽബർട്ട് ഐൻസ്റ്റീന് കൈമാറി. ഈ പേപ്പറുകൾ താങ്കൾക്ക് തരാൻ വേണ്ടിയാണ് വാരിയാക്ക് ഇവിടെ പലപ്പോഴായിട്ട് എത്തിച്ചേർന്നത്, താങ്കളുടെ മാനം രക്ഷിക്കാനായിട്ട്. ഒടുവിൽ എന്നെ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിപ്പോയത്. ആൽബർട്ട് ഐൻസ്റ്റീനും മെലേവയും തമ്മിൽ വലിയ വാക്കുതർക്കം അവിടെ നടക്കുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, നിനക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഞാൻ പരാജയപ്പെടാൻ വേണ്ടി നീ മനഃപൂർവ്വം അത് എന്നിൽ നിന്നും മറച്ചു പിടിച്ചു. അതെ, ഞാൻ നിങ്ങളെ വെറുക്കുന്നു, എന്നെ ഒരു നികൃഷ്ട ജീവിയായിട്ടാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങളുടെ അമ്മ പലപ്പോഴും ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങളത് പ്രാവർത്തികമാക്കി. ആ രീതിയിൽ മാത്രമാണ് എല്ലാം ത്യജിച്ച് നിങ്ങളുടെ ഒപ്പം വന്ന് എന്നെ കണ്ടത്. നിങ്ങളുടെ ശാസ്ത്ര വിജയങ്ങൾക്ക് പിന്നിൽ പോലും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, പക്ഷേ ആരോടും നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞിട്ടില്ല. നിങ്ങൾ മാത്രമാണ് അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് സ്വന്തമാക്കിയത്. ഞാനും ഒരു പ്രൊഫസറാകേണ്ട വ്യക്തിയാണ്, ഞാനും ഒരു ഗവേഷകയാകേണ്ട വ്യക്തിയാണ്. എന്നെ നശിപ്പിച്ചത് നിങ്ങളാണ്. നിങ്ങൾ നശിക്കുന്നത് കാണാൻ വേണ്ടി മനഃപൂർവ്വം ഞാനത് പറയാതിരുന്നതാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, ഇത്രയധികം വെറുക്കുന്ന നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് താമസിക്കേണ്ട ആവശ്യമുണ്ടോ? മെലേവ് പറഞ്ഞു, ഇല്ല, നമ്മളിനി ഒന്നിച്ച് താമസിക്കുകയില്ല ഒരിക്കലും. ഞാനിവിടുന്ന് പോവുകയാണ്. പക്ഷേ ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് ഡിവോഴ്സ് തരികയില്ല. ആ ഡിവോഴ്സ് വാങ്ങി നിങ്ങൾ ആരുടെ കൂടെയും ഒന്നിച്ച് താമസിക്കാൻ പോകുന്നില്ല. നമ്മളിനി ഒന്നിച്ച് താമസിക്കുന്നില്ല. ഞാൻ സ്വിറ്റ്സർലൻഡിലേക്ക് പോവുകയാണ് എൻ്റെ മക്കളുമായി. ആൽബർട്ട് ഐൻസ്റ്റീൻ കരഞ്ഞവളുടെ കാലു പിടിച്ചു. നീ പോകരുത്, നീ ഇവിടെ തന്നെ നിൽക്ക്, ഇവിടെ ഏതെങ്കിലും ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുക, അല്ലെങ്കിൽ ഈ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ നിൽക്ക്, ഞാൻ മറ്റൊരിടത്ത് പോയി താമസിക്കാം, പക്ഷേ മക്കളെയും കൊണ്ട് നീ ഇവിടെ നിന്നും പോകരുത്. നീ സ്വിറ്റ്സർലൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെയാണ് മക്കളെ കാണുന്നത്? നമ്മൾ രണ്ട് രാജ്യത്താകാൻ പാടില്ല. നമുക്കൊന്നിച്ച് താമസിക്കാൻ കഴിയില്ല, പക്ഷേ എനിക്ക് ഈ കുടുംബം വേണം. ഈ മക്കൾ അവർ നമ്മുടെ മക്കളാണ്, നമ്മുടെ ഒപ്പമാണ് അവർ കഴിയേണ്ടത്. പക്ഷേ അത് കേൾക്കാൻ മെലേവ കൂട്ടാക്കിയില്ല. അവൾ ആ രണ്ട് ആൺകുട്ടികളെയും കൊണ്ട് സ്വിറ്റ്സർലൻഡിലേക്ക് മടങ്ങിപ്പോയി. 1914 ഒന്നാം ലോക മഹായുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു. അതിനെ തുടർന്ന് ജർമ്മനിയിലെ ഫോറിൻ മിനിസ്റ്ററായ ഡോക്ടർ റെത്നേവ് പ്രഷ്യൻ അക്കാഡമിയിൽ അവിടുത്തെ ഗവേഷകരെ കാണാനായി എത്തിച്ചേർന്നു. അവരോട് ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് അദ്ദേഹം എത്തിച്ചേരുന്നത്. നമ്മുടെ സ്വന്തം രാജ്യമായ ജർമ്മനിക്ക് നിങ്ങൾ പ്രശസ്തരായിട്ടുള്ള സയൻറ്റിസ്റ്റുമാരുടെ സഹായം അത്യാവശ്യമാണ്. നിങ്ങളുടെ നിലവിലുള്ള ഗവേഷണ പ്രക്രിയകൾ നിർത്തിവെക്കുക. നമുക്ക് യുദ്ധത്തിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ശാസ്ത്രം നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുക. അതിൻ്റെ ആപ്ലിക്കേഷനുകൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസാണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഭാഗമായി ഒരു കരാറിൽ ഒപ്പുവെക്കാനായി ഈ ഫോറിൻ മിനിസ്റ്റർ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പക്കൽ പ്രത്യേകമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ലെറ്റർ ഉണ്ടായിരുന്നു. ആ ലെറ്റർ ഓരോ ഗവേഷകർക്കായിട്ട് കൊടുത്തു. അതിൽ എല്ലാവരോടും സൈൻ ചെയ്യാൻ പറഞ്ഞു.
എല്ലാവരും സന്തോഷത്തോടു കൂടി സ്വന്തം രാജ്യത്തിനു വേണ്ടി സൈൻ ചെയ്തു. അവരുടെ നിലവിലുള്ള പരീക്ഷണങ്ങൾ നിർത്തിവെക്കാമെന്ന് സമ്മതിച്ചു. എന്നാൽ ഒരാൾ മാത്രം സൈൻ ചെയ്യുന്നില്ല. അത് മറ്റാരുമല്ല, ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരിക്കലും ഇതിൽ സൈൻ ചെയ്യാൻ സാധിക്കുകയില്ല. ശാസ്ത്രം മനുഷ്യരാശിയുടെ പുരോഗമനത്തിനു വേണ്ടി ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. സാധാരണക്കാരൻ്റെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഈ പ്രപഞ്ചത്തെയും ഇവിടെയുള്ള മനുഷ്യരെയും ജീവജാലങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയല്ല. ഞാൻ ഒരിക്കലും ഇത് സൈൻ ചെയ്യുകയില്ല. ഫിലിപ്പ് ലെനാർഡ് പറഞ്ഞു, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ചോയ്സ് ഉണ്ട്. ആ ചോയ്സ് അനുസരിച്ച് സൈൻ ചെയ്താൽ മതി. പക്ഷേ നാളത്തെ യുവ തലമുറ ഇത് പരിശോധിക്കും. ചരിത്രത്തിൽ ഇത് രേഖപ്പെടുത്തും. ആൽബർട്ട് ഐൻസ്റ്റീൻ മാത്രം സ്വന്തം രാജ്യത്തിന് എതിരെ നിന്നു. ഈ രാജ്യം പരാജയപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഒരു കാരണക്കാരൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരിക്കും. ആൽബർട്ട് ഐൻസ്റ്റീൻ അതൊരു വിഷയമായിരുന്നില്ല. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രത്യേകം രാജ്യങ്ങളൊന്നുമില്ല. എല്ലാ രാജ്യങ്ങളും അയാൾക്ക് ഒന്നാണ്. ഈ പ്രപഞ്ചം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു രാജ്യമാണ്. എല്ലാവരും അന്ന് ആ ഡോക്യുമെൻറ്റിൽ സൈൻ ചെയ്തു, ആൽബർട്ട് ഐൻസ്റ്റീൻ ഒഴികെ. സ്വിറ്റ്സർലൻഡിൽ നിലവിലുള്ള മെലേവയ്ക്കും തൻ്റെ 2 മക്കൾക്കും ആവശ്യമായിട്ടുള്ള മാർക്ക്, ജർമ്മൻ മാർക്ക് അദ്ദേഹം അയച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ മാസവും കൃത്യമായിട്ട് അയച്ചു കൊടുത്തു. പക്ഷേ അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം യുദ്ധം പ്രഖ്യാപിച്ചതിന് ശേഷം ജർമ്മൻ കറൻസി ആയിട്ടുള്ള മാർക്ക് കുത്തനെ ഇടിഞ്ഞു. സ്വിറ്റ്സർലൻഡിലെ നാണയം അധികം ഇടിഞ്ഞിട്ടില്ല. കാരണം അതൊരു ന്യൂട്രൽ നേഷനായിട്ട് നിന്നു. അവിടെ യുദ്ധം നടക്കുന്നില്ല. സാമ്പത്തികമായിട്ട് വലിയ മുന്നേറ്റമൊന്നും സ്വിറ്റ്സർലൻഡ് കരസ്ഥമാക്കുന്നില്ല. പക്ഷേ അവരുടെ നാണയം സാമാന്യം ഭേദപ്പെട്ട നിലയിൽ തന്നെ നിന്നു. അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ നിന്നും ആൽബർട്ട് ഐൻസ്റ്റീൻ 1 മാസത്തെ ചെലവിന് വേണ്ടി അയച്ചു കൊടുക്കുന്ന മാർക്ക് മെലേവയ്ക്ക് ഒരാഴ്ചത്തേക്ക് മാത്രമേ തികയുമായിരുന്നുള്ളൂ. ബാക്കിയുള്ള 3 ആഴ്ച എന്തു ചെയ്യും? പിയാനോ നന്നായിട്ട് വായിക്കാൻ അവൾക്ക് അറിയാമായിരുന്നു. പിയാനോ ക്ലാസ്സുകളിലൂടെ അവൾക്ക് പണം സമ്പാദിക്കാൻ സാധിക്കും. പക്ഷേ അവൾ മുൻപ് ഇവിടെ നിന്നും ജർമ്മനിയിലേക്ക് പോയ സമയത്ത് മെക്കേലയ്ക്ക് ആ പിയാനോയുടെ മ്യൂസിക് നോട്ടുകൾ കൊടുത്തിരുന്നു. കാരണം മെക്കേലയ്ക്കും പിയാനോയോട് വലിയ താല്പര്യമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തോട് ആ പഴയ മ്യൂസിക് നോട്ട് ആവശ്യപ്പെടുന്നു. മെക്കേലയ്ക്ക് കാര്യം മനസ്സിലായി, എന്തോ സാമ്പത്തിക പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. എന്താണ് ആൽബർട്ട് ഐൻസ്റ്റീൻ നിങ്ങളെ കൈയൊഴിഞ്ഞോ? ഞാൻ അദ്ദേഹത്തിന് ഒരു കത്തെഴുതാം, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പണം എത്തിക്കാനായിട്ട് പറയാം. അദ്ദേഹം കൃത്യമായിട്ട് പൈസയൊക്കെ എത്തിക്കുന്നുണ്ട്. പക്ഷേ യുദ്ധമായതിനു ശേഷം അവിടുത്തെ നാണയത്തിന് വലിയ മൂല്യമൊന്നുമില്ല. അതുകൊണ്ട് വലിയ സാമ്പത്തിക പ്രശ്നമുണ്ട്. പിയാനോ ക്ലാസ്സിലൂടെ ആ സാമ്പത്തിക മാന്ദ്യം ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ആ മ്യൂസിക് നോട്ടൊന്ന് തരിക. പെട്ടെന്ന് തന്നെ മെക്കേല അകത്തേക്ക് ഓടിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ മ്യൂസിക് നോട്ട്സുമായിട്ട് മടങ്ങിയെത്തി. അത് മെലേവയുടെ കയ്യിൽ അദ്ദേഹം ഏൽപ്പിച്ചു. മെലേവ തിരികെ നടന്നു പോകുന്നതിനിടയിൽ വെറുതെ ആ മ്യൂസിക് നോട്ടുകൾ ഒന്ന് മറിച്ചു നോക്കി. അതിനിടയിൽ കുറച്ച് പണം ഉണ്ടായിരുന്നു. ആ പണം കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഐൻസ്റ്റീൻ ഇപ്പോൾ ശരിക്കും ഭ്രാന്താണ്. ഭ്രാന്തമായി അദ്ദേഹം ഡെറിവേഷനുകളിലൂടെ കടന്നു പോകുന്നു. അദ്ദേഹത്തിൻ്റെ തെറ്റ് തിരുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 വർഷം തുടർച്ചയായിട്ട് ശ്രമിച്ചുവെങ്കിലും അദ്ദേഹത്തിന് അത് തിരുത്താൻ സാധിച്ചില്ല. എനിക്ക് ഒറ്റയ്ക്ക് ഇത് സാധിക്കുകയില്ല എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ തിരിച്ചറിഞ്ഞു. മുൻപും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തന്നെ സഹായിക്കാനായിട്ടുണ്ടായിരുന്നത് മെലേവയായിരുന്നു. അവളുടെ മാത്തമെറ്റിക്സിലുള്ള ജ്ഞാനമായിരുന്നു. എന്നാൽ ഇപ്പോൾ മെലേവയുടെ സഹായം അദ്ദേഹത്തിനില്ല. മാത്രമല്ല സ്പെഷ്യൽ റിലേറ്റിവിറ്റി പോലെയല്ല, ജനറൽ റിലേറ്റിവിറ്റി കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്. ഒരു മികച്ച മാത്തമെറ്റീഷ്യൻ്റെ സേവനം അനിവാര്യമാണ്. നിലവിൽ ജർമ്മനിയിലെ ഏറ്റവും മികച്ച മാത്തമെറ്റീഷ്യൻ ഡേവിഡ് ഹിൽബർട്ട് ആണ്. ഹിൽബർട്ടിനെ നേരിട്ട് പോയി കണ്ട് സഹായം അഭ്യർത്ഥിക്കാനായി ഐൻസ്റ്റീൻ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിച്ചേർന്നു. അവിടെ എത്തിച്ചേർന്നപ്പോഴാണ് ചുറ്റുപാടുമുള്ള ബോർഡുകളിലൊക്കെയും അദ്ദേഹത്തിൻ്റെ ഇക്വേഷനുകൾ ഹിൽബർട്ട് എഴുതി വച്ചിരിക്കുന്നത് ഐൻസ്റ്റീൻ കാണുന്നത്. ഐൻസ്റ്റീൻ വലിയ സന്തോഷമായി. അപ്പോൾ ഹിൽബർട്ടിന് ഇനി അധികം വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഹിൽബർട്ട് വിചാരിച്ചാൽ വളരെ അനായാസമായിട്ട് തന്നെ ഇത് സോൾവ് ചെയ്യാൻ സാധിക്കും. ഹിൽബർട്ടിനോട് കാര്യം അവതരിപ്പിച്ചു. എന്നെ സഹായിക്കണം, നമുക്ക് ഒന്നിച്ച് ഇതൊന്ന് സോൾവ് ചെയ്യാൻ സാധിക്കണം. ഹിൽബർട്ട് പറഞ്ഞു, ഇത് സോൾവ് ചെയ്യാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഞാൻ. പക്ഷേ ഒന്നിച്ചുള്ള ഒരു വർക്കിനോട് എനിക്ക് താല്പര്യമില്ല. എനിക്കിത് തനിയെ സോൾവ് ചെയ്യണം. തനിയെ സോൾവ് ചെയ്ത് ഞാനിത് പബ്ലിഷ് ചെയ്യും. ഐൻസ്റ്റീന് അത് വലിയ നിരാശയാണ് സമ്മാനിച്ചത്. വലിയ രീതിയിലുള്ള വിഷമമാണ് അയാൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ ഒരു കണ്ടുപിടുത്തമാണ് ജനറൽ റിലേറ്റിവിറ്റി. അത് സ്വയം കണ്ടെത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചതാണ്. പക്ഷേ ഹിൽബർട്ട് ഐൻസ്റ്റീൻ്റെ സഹായമില്ലാതെ തനിയെ അത് ഡിറൈവ് ചെയ്യുന്നു.
ഹിൽബർട്ട് ഐൻസ്റ്റീനേക്കാൾ മികച്ച ഒരു മാത്തമെറ്റീഷ്യനാണ്. ലോകത്തിൽ നിലവിലുള്ള ഏറ്റവും മികച്ച മാത്തമെറ്റീഷ്യന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് ഇത് ഈസി ആയിട്ട് സാധിക്കുന്ന കാര്യവുമാണ്. പക്ഷേ ഐൻസ്റ്റീൻ അത് വിട്ടുകൊടുക്കാൻ സാധിക്കുമായിരുന്നില്ല. തന്നേക്കാൾ മികച്ച വ്യക്തിയാണ് ഹിൽബർട്ട് എന്ന് മനസ്സിലാക്കിയിട്ടും ഐൻസ്റ്റീൻ തൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചു. നിരന്തരമായിട്ട് അയാൾ ഡെറിവേഷനിൽ ഏർപ്പെടാൻ തുടങ്ങി. ഈ ഡെറിവേഷനൊക്കെ അദ്ദേഹത്തിൻ്റെ ക്ലാസ് മുറിയിലാണ് നടത്തുന്നത്. നിരവധി ആളുകൾക്ക് ഇരുന്ന് കാണാൻ സാധിക്കുന്ന വലിയ ക്ലാസ് മുറികൾ, അത്തരത്തിൽ നിരവധി ക്ലാസ് മുറികൾ പ്രഷ്യൻ അക്കാഡമിയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ യത്നം കാണാനായിട്ട് നിരവധി ആളുകൾ ആ യൂണിവേഴ്സിറ്റിയിലെ ലെക്ചർ ഹാളിൽ തമ്പടിച്ചു. ഓരോ ദിവസവും അവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ട് തന്നെ വന്നു. അവിടെ വന്നിരിക്കുന്നതിൽ പലരും മികച്ച മാത്തമെറ്റീഷ്യന്മാരാണ്. അവർ ആ ഡെറിവേഷനുകൾ വിലയിരുത്തുന്നു, അവർ സ്വയം ഡിറൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അവർക്ക് അത് വലിയ ആവേശം തന്നെയാണ് പകർന്നു നൽകിയത്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും ഐൻസ്റ്റീന് ആ ഫൈനൽ ഇക്വേഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. ഇവർ ശരിക്കും എന്താണ് ഇപ്പോൾ ഡിറൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ സൂര്യൻ്റെ ഏറ്റവും അരികിലൂടെ കടന്നു പോകുന്ന, അതിനെ വലം വയ്ക്കുന്ന ഒരു ഗ്രഹമുണ്ട്, മെർക്കുറി. ആ മെർക്കുറി സൂര്യന് ചുറ്റും കറങ്ങുന്നത് ഒരു എലിപ്റ്റിക്കൽ പാത്തിലാണെങ്കിൽ പോലും ആ എലിപ്റ്റിക്കൽ പാത്ത് മറ്റുള്ള ഗ്രഹങ്ങളുടെ പാത്ത് പോലെയല്ല. വളരെ വിചിത്രമായിട്ടുള്ളൊരു പാറ്റേൺ അവിടെ കാണാൻ കഴിയും. അതെന്തുകൊണ്ടാണെന്ന് ഗവേഷകർക്ക് മനസ്സിലാക്കാൻ ഇപ്പോഴും സാധ്യമായിട്ടില്ല. ചില ഗവേഷകരൊക്കെ പറയുന്നത് അദൃശ്യമായിട്ടുള്ള ഒരു ഗ്രഹത്തിൻ്റെ, വൾക്കൻ എന്ന പേര് കൊണ്ട് വിശേഷിപ്പിക്കുന്ന ഒരു ഗ്രഹത്തിൻ്റെ സാന്നിധ്യം കാരണമാണ് മെർക്കുറിക്ക് ഇത്തരത്തിൽ വിചിത്രമായിട്ടുള്ള ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഉള്ളത്. പക്ഷേ ഐൻസ്റ്റീൻ പറയുന്നത് അതിൻ്റെ പിന്നിലുള്ള കാരണം അദ്ദേഹം പറഞ്ഞ ആ ജനറൽ റിലേറ്റിവിറ്റി തിയറി തന്നെയാണ്. അതേ കാരണം കൊണ്ട് തന്നെയാണ് പ്രകാശം വളയുന്നത്. സൂര്യഗ്രഹണം നടക്കുന്ന സമയത്തെ ആ നക്ഷത്രത്തിൻ്റെ വളവ് അത് എത്രയാണെന്ന് കൃത്യമായിട്ട് ഗണിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ അതേ ഇക്വേഷൻസ് തന്നെ ഉപയോഗിച്ച് മെർക്കുറി കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നതെന്നും അദ്ദേഹത്തിന് കണ്ടെത്താൻ പറ്റും. അതിൻ്റെ പിന്നിലുള്ള കാരണം അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ സാധിക്കും. ആ ഡെറിവേഷനിലാണ് ഹിൽബർട്ടും ഐൻസ്റ്റീനും. ഹിൽബർട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുറിയിലിരുന്നു ഗവേഷണങ്ങൾ നടത്തുന്നു, ഡിറൈവ് ചെയ്യുന്നു. ഐൻസ്റ്റീൻ ആ ലെക്ചർ ഹാളിൽ നിന്നുകൊണ്ട് ഡിറൈവ് ചെയ്യുന്നു. ഈ സമയത്തൊക്കെ അദ്ദേഹത്തിന് കടുത്ത വയറുവേദന ഉണ്ടായിരുന്നു, അൾസർ കാരണം ഉണ്ടായ വയറുവേദന. എൽസ നിരന്തരമായി അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഒന്ന് ആശുപത്രിയിൽ പോവുക, ഒന്ന് ചികിത്സിക്കുക, ആ അസുഖം ഭേദമാക്കിയതിന് ശേഷം നമുക്ക് ഈ ഡെറിവേഷൻ തുടരാം. പക്ഷേ ഐൻസ്റ്റീൻ അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ തലയിൽ ജനറൽ റിലേറ്റിവിറ്റി മാത്രമാണ് ഉള്ളത്. അങ്ങനെ ഇരിക്കെ മെക്കേലയിൽ നിന്നും ഒരു കത്ത് ഐൻസ്റ്റീന് കിട്ടി. മെലേവയ്ക്ക് കടുത്ത ഹൃദയാഘാതമുണ്ടായി. അവൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. മെലേവയ്ക്കും അവളുടെ 2 മക്കൾക്കും ഐൻസ്റ്റീൻ്റെ സാന്നിധ്യം ഇപ്പോൾ അനിവാര്യമാണ്. നിലവിൽ മെലേവയുടെ ഭർത്താവ് തന്നെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അവർ തമ്മിൽ ഡിവോഴ്സ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെയാണ് അവിടെ ഉള്ളത്. പക്ഷേ ഐൻസ്റ്റീൻ അവിടേക്ക് പോകാൻ കൂട്ടാക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ തലയിൽ ഇപ്പോൾ ജനറൽ റിലേറ്റിവിറ്റി മാത്രമാണ്. എൽസയും ഒരുപാട് തവണ അദ്ദേഹത്തോട് പറഞ്ഞു, അവരെ ഒന്ന് പോയി കണ്ടിട്ട് വരിക, അവർക്ക് നിങ്ങളുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. പക്ഷേ ഐൻസ്റ്റീൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അദ്ദേഹം നിരന്തരമായി ഡെറിവേഷനിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഡിറൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ക്ലാസ് മുറിയിലേക്ക് മാക്സ് പ്ലാങ്ക് നടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ പക്കൽ ഒരു രജിസ്റ്റേർഡ് കത്തുണ്ടായിരുന്നു. ഐൻസ്റ്റീനെ വിളിച്ച് ആ കത്ത് കൈമാറി. ഇത് ഡേവിഡ് ഹിൽബർട്ട് താങ്കൾക്ക് വേണ്ടി അയച്ചു തന്ന ഒരു കത്താണ്. ഐൻസ്റ്റീൻ ഭയം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. വിറയ്ക്കുന്ന കൈകളോടുകൂടിയാണ് അദ്ദേഹം ആ കത്ത് വാങ്ങിച്ച് തുറന്നു നോക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കുറേയധികം കടലാസുകൾ ഉണ്ടായിരുന്നു, ഡെറിവേഷനുകൾ എഴുതി വച്ചിട്ടുള്ള കടലാസുകൾ. അതിൽ നിന്നും ഒരു പ്രത്യേക കടലാസ് എടുത്ത് ഐൻസ്റ്റീൻ നിവർത്തി നോക്കി. അതിൽ കിടപ്പുണ്ട് അദ്ദേഹം ഡിറൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനറൽ റിലേറ്റിവിറ്റി തിയറിയുടെ അവസാനത്തെ സമവാക്യം. ഐൻസ്റ്റീൻ തകർന്നുപോയി. മാക്സ് പ്ലാങ്ക് അദ്ദേഹത്തെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. തിയറി, ജനറൽ റിലേറ്റിവിറ്റി തിയറി താങ്കളുടെ പേരിൽ മാത്രമാണ് അറിയാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഫുട് നോട്ടായിട്ട് മാത്രമേ ഈ ഒരു ഇക്വേഷൻ വരികയുള്ളൂ. പക്ഷേ ഐൻസ്റ്റീനെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് തന്നെ കണ്ടെത്തണമായിരുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു. എന്നാൽ അത് വിഫലമായി. മാക്സ് പ്ലാങ്ക് ഐൻസ്റ്റീനോട് പറഞ്ഞു, ഇനിയെങ്കിലും നിങ്ങൾ സ്വിറ്റ്സർലൻഡിലേക്ക് പോവുക, കുറച്ചു നാൾ അവധിയെടുക്കുക, താങ്കളുടെ മക്കളുടെ കൂടെ, ഭാര്യയുടെ കൂടെ കുറച്ചു നാൾ നിങ്ങൾ ചിലവഴിക്കണം. ഐൻസ്റ്റീൻ അവിടേക്ക് യാത്ര പുറപ്പെടുന്നതിന് മുൻപ് തന്നെ പുറപ്പെടുന്ന വിവരം മെക്കേലയ്ക്ക് ഒരു കത്തായിട്ട്
ഐൻസ്റ്റീൻ അയച്ചു കൊടുത്തു. മിക്കേല ഐൻസ്റ്റീൻ്റെ മക്കളോട് ഇക്കാര്യം പറഞ്ഞു. നിങ്ങളുടെ അച്ഛൻ വരുന്നുണ്ട്. മൂത്ത മകൻ വളരെയധികം സന്തുഷ്ടവാനാണ്, ഇളയാൾ കൊച്ചുകുട്ടിയാണ്. മൂത്ത മകൻ കാത്തിരിക്കുകയാണ് ഐൻസ്റ്റീൻ്റെ ആ വരവിന് വേണ്ടി. ഐൻസ്റ്റീൻ അവിടുന്ന് യാത്ര പുറപ്പെട്ടു. പക്ഷേ ബോർഡറിലെത്തിയപ്പോൾ, സ്വിറ്റ്സർലൻഡിൻ്റെ ബോർഡറിലെത്തിയപ്പോൾ ട്രെയിൻ തടഞ്ഞു. യുദ്ധം നടക്കുന്നതിനാൽ സ്വിറ്റ്സർലൻഡിലേക്ക് ഇനി ഒരു ട്രെയിനും കടത്തിവിടുന്നതല്ല. ആ ട്രെയിൻ മടങ്ങി ജർമ്മനിയിലേക്ക് തന്നെ പോയി. അന്ന് വൈകുന്നേരം വരെ, പാതിരാത്രി വരെ ആ മകൻ വീടിൻ്റെ വെളിയിൽ കടുത്ത തണുപ്പത്ത് കാത്തിരിപ്പുണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടിയുടെ മുൻപിൽ ഐൻസ്റ്റീന് എത്തിച്ചേരാൻ സാധിച്ചില്ല. അതിൻ്റെ ദേഷ്യം പിന്നീട് വർഷങ്ങളോളം ആ കുട്ടിയുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. ജർമ്മനിയിൽ മടങ്ങിയെത്തിയ ആൽബർട്ട് ഐൻസ്റ്റീൻ ഹിൽബർട്ടിൻ്റെ ആ സമവാക്യങ്ങളിലൂടെ ഒന്ന് ഓടിച്ചു നോക്കി. എങ്ങനെയാണ് ഹിൽബർട്ട് അത് കണ്ടെത്തിയതെന്ന് മനസ്സിലാക്കിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിനിടയിലാണ് അദ്ദേഹത്തിന് ഒരു ചെറിയ തെറ്റ് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ ചെറിയ തെറ്റിലൂടെ വലിയ രീതിയിലുള്ള ഒരു മിസ്റ്റേക്ക് അവസാനത്തെ സമവാക്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഐൻസ്റ്റീന് ശരിക്കും സന്തോഷമാണ് തോന്നിയത്. അദ്ദേഹം ഓടി മാക്സ് പ്ലാങ്കിൻ്റെ അരികിലെത്തി. ഹിൽബർട്ടിന്, സാക്ഷാൽ ഡേവിഡ് ഹിൽബർട്ടിന് ഒരു വലിയ തെറ്റ് സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹം എഴുതിയിരിക്കുന്ന സമവാക്യം തെറ്റാണ്, അത് നിലനിൽക്കില്ല, അത് പബ്ലിഷ് ചെയ്തു വരികയില്ല, അതെനിക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. ആൽബർട്ട് ഐൻസ്റ്റീൻ മാക്സ് പ്ലാങ്കിൻ്റെ ഓഫീസിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ലെക്ചർ ഹാളിലേക്ക് ഓടി. വീണ്ടും ആ ചോക്ക് എടുത്തു. ഡെറിവേഷൻ ആരംഭിച്ചു. ദിവസങ്ങളോളം നീണ്ടു നിന്ന ഡെറിവേഷൻ. ആ ഡെറിവേഷൻ കാണാനായി വീണ്ടും ആളുകളെത്തി. ആൽബർട്ട് ഐൻസ്റ്റീൻ അന്ന് തന്നെ വളരെ പ്രശസ്തനാണ്. നിരവധി ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ തിയറിയോട് വലിയ താല്പര്യമുണ്ട്. ആ സമവാക്യങ്ങൾ കാണാൻ കൊതിയോടുകൂടി ആളുകൾ അവിടെ ഇരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു സമവാക്യത്തിൻ്റെ അടിയിൽ 2 വരകളിട്ട് അവസാനിപ്പിച്ചു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ നോക്കി അദ്ദേഹം വിജയത്തിൻ്റെ സൂചന എന്നവണ്ണം അദ്ദേഹത്തിൻ്റെ തള്ളവിരൽ ഉയർത്തി കാണിച്ചു. ഹിൽബർട്ട് തോറ്റെടുത്ത് ഐൻസ്റ്റീൻ വിജയിച്ചു. അതിൻ്റെ അർത്ഥം ഡേവിഡ് ഹിൽബർട്ട് അല്ല, ജർമ്മനിയിലെ ഏറ്റവും മികച്ച മാത്തമെറ്റീഷ്യനും ഫിസിസിസ്റ്റും ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആ സമവാക്യം അത് പിന്നീട് ശാസ്ത്രപ്രബന്ധമായിട്ട് പബ്ലിഷ് ചെയ്തു വന്നു. ഇനിയും അദ്ദേഹത്തിന് ധൈര്യമായിട്ട് അടുത്ത സോളാർ എക്ലിപ്സിന് വേണ്ടി കാത്തിരിക്കാം. 1918 ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചു. എൽസയോട് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഐൻസ്റ്റീൻ പറഞ്ഞു, ഞാൻ പ്രശസ്തനാകാൻ പോവുകയാണ്. എൻ്റെ പുതിയ സമവാക്യം അനുസരിച്ച് സോളാർ എക്ലിപ്സ് നടക്കുമ്പോൾ നക്ഷത്രത്തിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത വർഷം നടക്കുന്ന സോളാർ എക്ലിപ്സ് ചിത്രീകരിക്കാൻ എഡിങ്ടൻ്റെ കീഴിലുള്ള ഒരു സേന തന്നെ റെഡിയാണ്. ഒരു കൂട്ടം ആസ്ട്രോണമർ അത് ചിത്രീകരിക്കും. ഇത് പ്രൂവ് ചെയ്യും. എൽസയ്ക്ക് ആദ്യം സന്തോഷം തോന്നി. എന്നാൽ പിന്നീട് അവൾക്ക് വിഷമമാണ് ഉണ്ടായത്. നിലവിൽ അവൾ പൊതുജനത്തിൻ്റെ മുൻപിൽ അദ്ദേഹത്തിൻ്റെ മിസ്ട്രസ്സാണ്. കാരണം നിയമപ്രകാരമുള്ള യഥാർത്ഥ ഭാര്യ മെലേവയാണ്. തൻ്റെ ചുറ്റുപാടുമുള്ള ഒരു ചെറു ജനസമൂഹം തന്നെ ഒരു മിസ്ട്രസ്സായിട്ട് കാണുന്നതിൽ അവൾക്ക് ഇപ്പോൾ വലിയ പ്രശ്നമില്ല. ഐൻസ്റ്റീനോടൊപ്പം കഴിയുന്നതിൽ അവൾക്ക് വളരെ സന്തോഷമാണ്. എന്നാൽ ഐൻസ്റ്റീൻ നാളെ പ്രശസ്തനാകുമ്പോൾ ലോകം മുഴുവനും അറിയാൻ പോകുന്നത് ഐൻസ്റ്റീൻ്റെ ഒരു മിസ്ട്രസ്സാണ് എൽസ എന്നാണ്. അതും അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കസിനായിട്ടുള്ള എൽസ. അതൊരിക്കലും എൽസയ്ക്ക് താങ്ങാൻ സാധിക്കുമായിരുന്നില്ല. ഐൻസ്റ്റീനോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ആ ഡിവോഴ്സ് നേടിയെടുക്കണം. ഐൻസ്റ്റീൻ ആവർത്തിച്ച് പറയുകയാണ്, ഞാൻ പരമാവധി ശ്രമിച്ചു, ഇനി എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല. അവൾക്ക് കൊടുക്കാൻ പറ്റുന്നിടത്തോളം പണം ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ മാസവും കൃത്യമായിട്ട് മാക് അവളുടെ വീട്ടിൽ എത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള പണം കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. അതിൻ്റെ ബഹുഭൂരിപക്ഷവും അവൾക്ക് അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ടും അവൾ എന്നോട് ഒരിറ്റ് കനിവ് പോലും കാണിക്കുന്നില്ല. എൽസ പറഞ്ഞു, എനിക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഈ പരീക്ഷണം നടക്കുമ്പോൾ, ഇത് വിജയിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ യഥാർത്ഥ ഭാര്യ തന്നെ ആയിരിക്കണം. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന എന്ത് കാര്യവും ചെയ്യാം. ഐൻസ്റ്റീൻ അവിടെ നിന്നും സ്വിറ്റ്സർലൻഡിലേക്ക് പോയി. മെലേവയെ നേരിട്ട് കണ്ടു. മെലേവയോട് പറഞ്ഞു, നൊബേൽ പുരസ്കാരം പോലും എനിക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ജനറൽ റിലേറ്റിവിറ്റി തിയറി, ആ തിയറിയുടെ ഇക്വേഷൻ, ഫൈനൽ ഇക്വേഷൻ ഞാൻ ഡിറൈവ് ചെയ്തെടുത്തു. അത് അടുത്ത വർഷം തെളിയിക്കപ്പെടാൻ പോവുകയാണ്. അത് ചിത്രീകരിക്കാൻ പോവുകയാണ്. മെലേവ ഐൻസ്റ്റീനെ കൺഗ്രാജുലേറ്റ് ചെയ്തു. അത് കൃത്യമായിട്ട് തന്നെ വിജയിക്കും, നിങ്ങൾ ലോക പ്രശസ്തനായിട്ടുള്ള ഒരു ഗവേഷകനായിട്ട് മാറും
എന്ന് മെലേവ പറഞ്ഞു. പക്ഷേ അതിനു മുൻപ് എനിക്ക് ഡിവോഴ്സ് ചെയ്യണം. നമുക്ക് സ്വതന്ത്രരാകാം, നിനക്ക് മറ്റൊരാളെ വിവാഹം ചെയ്യാം, എനിക്കും വേറൊരാളെ വിവാഹം ചെയ്യാം, നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഇപ്പോൾ കഴിയുന്നത്. പക്ഷേ നിയമപ്രകാരം നമുക്ക് ആ സെപ്പറേഷൻ ഒരു ഡിവോഴ്സാക്കി മാറ്റണം. പക്ഷേ മെലേവ അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ഐൻസ്റ്റീൻ ഒരു വാഗ്ദാനം കൂടി കൊടുത്തു. നൊബേൽ പുരസ്കാരം കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം കഴിഞ്ഞ 200 വർഷമായിട്ടുള്ള ഒരു തിയറിയാണ് ഞാൻ പൊളിച്ചെഴുതാൻ പോകുന്നത്. ആ നൊബേൽ പുരസ്കാരം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സമ്മാനത്തുക പൂർണ്ണമായിട്ടും ഞാൻ നിനക്ക് നൽകാം. മെലേവ മറുപടിയായിട്ട് പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. ഐൻസ്റ്റീനോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. പണം തന്ന് എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ഡിവോഴ്സ് വാങ്ങിക്കാൻ പോവുകയാണോ? ഒരിക്കലും നടക്കുകയില്ല. നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ ഈ ഡിവോഴ്സ് തരാൻ പോകുന്നില്ല. ഐൻസ്റ്റീൻ പറഞ്ഞതൊരു വലിയ തുകയാണ്. നൊബേൽ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് വലിയ തുക തന്നെയാണ്. അത് മതി നിനക്കും നിൻ്റെ മക്കൾക്കും നമ്മുടെ മക്കൾക്കും സുഖമായിട്ട് ജീവിക്കാൻ. ആ മക്കൾക്ക് വേണ്ടിയെങ്കിലും നീ ഇത് സ്വീകരിക്കണം. മെലേവ ഐൻസ്റ്റീനെ നിർദാക്ഷിണ്യം അവിടെ നിന്നും ഇറക്കി വിട്ടു. ഐൻസ്റ്റീൻ വെളിയിലേക്ക് പോയതിന് ശേഷം മാത്രം അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ വെളിയിലേക്ക് വന്നു. അവൻ്റെ മുറിയിൽ നിന്നും തൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ എന്തിനാണ് സ്വയം ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നത്? എന്തിനാണ് ആ മനുഷ്യൻ്റെ കൂടെ ഇപ്പോഴും ഭാര്യയായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ 2 രാജ്യത്തല്ലേ? ഇനിയെങ്കിലും ഡിവോഴ്സ് ചെയ്യുക. ആ വ്യക്തി എൻ്റെ അച്ഛനായിട്ടിരിക്കുന്നതിൽ എനിക്ക് വലിയ പ്രത്യേകതയൊന്നും തോന്നുന്നില്ല. അമ്മയുടെ ഒരു ഭർത്താവായിട്ടിരിക്കുന്നതിൽ അമ്മയ്ക്കും എന്തെങ്കിലും ഒരു കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഡിവോഴ്സ് ചെയ്യ്, ആ മകൻ ആവശ്യപ്പെട്ടു. ഒടുവിൽ മെലേവ ഒരു കത്ത് ഐൻസ്റ്റീന് അയച്ചു കൊടുത്തു. ഡിവോഴ്സ് ചെയ്യാൻ തയ്യാറാണ്. ഐൻസ്റ്റീന് ആദ്യം സന്തോഷമുണ്ടായെങ്കിലും പിന്നീട് അതിലെ വ്യവസ്ഥകൾ വായിച്ചു മനസ്സിലാക്കിയപ്പോൾ വലിയ രീതിയിലുള്ള വിഷമമാണ് അനുഭവപ്പെട്ടത്. പക്ഷേ തന്നെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന എൽസയ്ക്ക് വേണ്ടി അതൊക്കെ ത്യജിക്കാൻ ഞാൻ തയ്യാറാകണം. എൽസയെ ഈ സന്തോഷ വാർത്ത അറിയിച്ചു. ആ കത്ത് എൽസയ്ക്ക് കൈമാറി. വളരെയധികം സന്തുഷ്ടയാണ് എൽസ. അവൾ ആ കത്ത് മൊത്തത്തിൽ വായിച്ചു. അവൾക്കും അല്പം വിഷമം തോന്നി. പക്ഷേ ഇത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് തടഞ്ഞു വയ്ക്കാൻ സാധിക്കുകയില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അവരുടെ ഡിവോഴ്സ് കോടതിയിൽ വരുന്നത്. കോടതി ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഡിവോഴ്സ് ചെയ്യുന്നത്? മറുപടി ഐൻസ്റ്റീൻ തന്നെയാണ് പറയുന്നത്. എൻ്റെ ഭാഗത്തു നിന്നും ഒരു വലിയ തെറ്റുണ്ടായിട്ടുണ്ട്. എനിക്ക് അഡൾട്ടറി ഉണ്ട്, അതായത് എനിക്ക് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട് എല്ലാ രീതിയിലും. ആരാണ് സ്ത്രീ? അത് എൽസയാണ്. എൽസ ഇവിടെ കോടതിയിലുണ്ടോ? ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. എങ്കിൽ കോടതിക്ക് അവരെ കാണിച്ചു തരിക. ഐൻസ്റ്റീൻ എൽസയ്ക്ക് നേരെ വിരൽ ചൂണ്ടി. എൽസ എഴുന്നേറ്റ് നിന്നു. ഐൻസ്റ്റീൻ പറഞ്ഞ കാര്യമൊക്കെ ശരിയാണെന്ന് അവൾ സമ്മതിച്ചു. ഡിവോഴ്സിൻ്റെ കണ്ടീഷൻ കോടതി ഉറക്കെ വായിച്ചു. എല്ലാ വർഷവും 9,000 മാർക്ക് മെലേവയ്ക്ക് മക്കൾക്കും ചിലവിനായിട്ട് നൽകാം. നൊബേൽ പുരസ്കാരം ലഭിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള തുക. അത് വായിക്കുന്നതിന് മുൻപ് ജഡ്ജി ഐൻസ്റ്റീൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അത് വലിയൊരു തുകയാണ്. ആ തുക മെലേവയ്ക്ക് പൂർണ്ണമായിട്ടും നൽകും, മെലേവയ്ക്കും മക്കൾക്കും. ഇനി ഒരു കാരണവശാലും മക്കളെ കാണാനായിട്ട് ശ്രമിക്കുന്നതല്ല. അതായിരുന്നു ഏറ്റവും അവസാനത്തെ കണ്ടീഷൻ. ആ കണ്ടീഷൻ വായിച്ചപ്പോൾ ഐൻസ്റ്റീൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. കണ്ണുനീര് വെളിയിലേക്ക് തുളുമ്പി പോകരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതിൽ ഭാഗികമായിട്ട് അയാൾ വിജയിക്കുകയും ചെയ്തു. ശേഷം അയാൾ പിറകിലായിരിക്കുന്ന തൻ്റെ 2 ആൺമക്കളെ നോക്കി. മൂത്ത മകൻ മുഖം വെട്ടിച്ചു. ഇളയ മകൻ വളരെ വിഷമത്തോടു കൂടി തന്നെ അച്ഛനെ നോക്കിയിരുന്നു. 1919 മെയ് മാസം 29-ാം തീയതി പ്രശസ്ത ആസ്ട്രോണമറായ ആർതർ എഡിങ്ടൺ സൂര്യഗ്രഹണം ചിത്രീകരിച്ചു. ഐൻസ്റ്റീൻ പറഞ്ഞത് കൃത്യമാണ്. നക്ഷത്രത്തിൻ്റെ പ്രകാശം വളഞ്ഞിട്ടുണ്ട്. അത് എത്രമാത്രം വളയുമെന്ന് അദ്ദേഹത്തിൻ്റെ ഫൈനൽ ഇക്വേഷനിലൂടെ ഗണിച്ച് മനസ്സിലാക്കിയതാണ്. അത് 1.7 ആർക്ക് സെക്കൻഡാണ്. കൃത്യം അത്രയും തന്നെ വളവാണ് ആ പ്രകാശത്തിന് ഉണ്ടായിരിക്കുന്നത്. അതൊരു വലിയ നേട്ടമാണ്. ഒരു പ്രസ് മീറ്റിനിടയിലാണ് ആർതർ എഡിങ്ടൺ ഇക്കാര്യം പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹത്തിനോടൊപ്പം തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ടായിരുന്നു, മറ്റ് ആസ്ട്രോണമേഴ്സ് ഉണ്ടായിരുന്നു. ഐൻസ്റ്റീൻ്റെ നിലവിലുള്ള പുതിയ ഭാര്യയായ എൽസയും ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പ്രസ്സിലെ ചില അംഗങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതിൻ്റെ അർത്ഥം എന്താണ്? എന്താണിത് അർത്ഥമാക്കുന്നത്? ഇത് അർത്ഥമാക്കുന്നത് കഴിഞ്ഞ 200 വർഷം പഴക്കമുള്ള സാക്ഷാൽ
ന്യൂട്ടൻ്റെ ഗ്രാവിറ്റേഷണൽ തിയറി റിവൈസ് ചെയ്തിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര നേട്ടമാണ് ജനറൽ റിലേറ്റിവിറ്റി തിയറി. അതെ, ലോകം പിന്നീടത് ഏറ്റെടുക്കുകയായിരുന്നു. എൽസ പറഞ്ഞതുപോലെ ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രശസ്തനായിട്ട് മാറി. സാധാരണക്കാരിൽ സാധാരണക്കാരന് പോലും ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പേര് മനസ്സിലാക്കാൻ സാധ്യമായി. അത്രയും വലിയ ഒരു കണ്ടുപിടുത്തമായിരുന്നു. വൾക്കൻ എന്ന് പറയുന്ന ഒരു പ്ലാനറ്റ് ഇല്ല. മെർക്കുറി എങ്ങനെയാണ് സൂര്യന് ചുറ്റും കറങ്ങുന്നതെന്ന് കൃത്യമായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തി. പിന്നീട് മികച്ച ടെലസ്കോപ്പുകൾ വന്നു. ആ ടെലസ്കോപ്പിലൂടെ മെർക്കുറിയുടെ ഈ ഓർബിറ്റ് എങ്ങനെയാണെന്ന് ഗവേഷകർ വരച്ചു. ആ വര അത് ഐൻസ്റ്റീൻ അദ്ദേഹത്തിൻ്റെ സമവാക്യം ഉപയോഗിച്ച് വരച്ച അതേ വര തന്നെയാണ്. ഒരു ചെറിയ മാറ്റം പോലും വരുത്താതെയാണ് മെർക്കുറി സൂര്യന് ചുറ്റും ഐൻസ്റ്റീൻ വരച്ച ആ വരയിലൂടെ തന്നെ വലം വെച്ചത്. തീർച്ചയായും അടുത്ത നൊബേൽ കമ്മിറ്റിയിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജനറൽ റിലേറ്റിവിറ്റി തിയറി ഒരു വലിയ ചർച്ചയായിട്ട് തന്നെ മാറി. പക്ഷേ ഫിലിപ്പ് ലെനാർഡ് അപ്പോഴേക്കും അതിശക്തനായിട്ടുള്ള ഒരു വ്യക്തിയായി മാറി. അദ്ദേഹം ആൽബർട്ട് ഐൻസ്റ്റീനെതിരെയാണ് സംസാരിച്ചത്. വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ് ഈ ഐൻസ്റ്റീൻ്റെ തിയറി. അതെന്തിനാണ് നമ്മൾ ഈ നൊബേൽ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുന്നത്? ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഗവേഷകൻ പറഞ്ഞു, ആ തിയറി അതിപ്പോൾ പ്രാക്ടിക്കലി തെളിയിച്ചല്ലോ. സൂര്യഗ്രഹണം ചിത്രീകരിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണെന്ന് മനസ്സിലാക്കി. 1.7 ആർക്ക് സെക്കൻഡിൽ തന്നെയാണ് ആ പ്രകാശം വളഞ്ഞത്. അടുത്ത സൂര്യഗ്രഹണത്തിൽ വേറെ എന്തെങ്കിലും വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിലോ, എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കൊടുത്ത നമ്മൾ വിഡ്ഢികളായിട്ട് മാറത്തില്ലേ? ഫിലിപ്പ് ലെനാർഡിൻ്റെ ശക്തമായിട്ടുള്ള എതിർപ്പിനെ അതിജീവിക്കാൻ മറ്റാരുടെയും വാക്കുകൾക്ക് സാധിക്കുമായിരുന്നില്ല. അത്തവണത്തെ ഫിസിക്സിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കുന്നത് മാക്സ് പ്ലാങ്കിനാണ്. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ക്വാണ്ട എന്ന തിയറിക്കാണ്. കെമിസ്ട്രിക്ക് നോബൽ പുരസ്കാരം ലഭ്യമാകുന്നത് ഹാബറിനാണ്. അദ്ദേഹത്തിൻ്റെ ഹാബർ പ്രോസസ്സിനാണ്. നൈട്രജനെ വേർതിരിച്ചെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഫോർമുലയ്ക്കാണ്. നൈട്രജൻ മനുഷ്യ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടനയാണ്. നമ്മുടെ DNA പോലും അത് അടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ഈ നൈട്രജനെ നിലനിർത്തണമെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിലൂടെ ആ നൈട്രജൻ നമ്മുടെ ഉള്ളിലെത്തണം. നൈട്രജൻ നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്ന വാതകമാണ്. ആ വാതകത്തിലുള്ള 78% അടങ്ങിയിരിക്കുന്ന നൈട്രജൻ അതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്? ഭക്ഷണത്തിലൂടെ ആയിരിക്കണം. ഭക്ഷണത്തിലൂടെ എന്ന് പറയുമ്പോൾ അത് മണ്ണിലെത്തണം, മണ്ണിലൂടെ സസ്യങ്ങളിലെത്തണം, സസ്യങ്ങളിലൂടെ മൃഗങ്ങളിലും അതിലൂടെ മനുഷ്യനും എത്തണം. എന്നാൽ ഈ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന് അങ്ങനെ എത്താൻ സാധിക്കുകയില്ല. നൈട്രജൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് അത് 3 ബോണ്ടുകൾ ഉപയോഗിച്ചിട്ട് പരസ്പരം കൂടിച്ചേർന്ന് N2 എന്ന ഒരു രൂപത്തിലാണ് നിൽക്കുന്നത്. പ്യുവറായിട്ടുള്ള നൈട്രജനായിട്ടല്ല, അതായത് നൈട്രജൻ എന്ന ഒരൊറ്റ എലമെൻ്റായിട്ടല്ല, N2ൻ്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. അതവിടെ നിന്നും വേർപെട്ട് നൈട്രജനായിട്ട് തന്നെ, പ്യുവർ നൈട്രജനായിട്ട് തന്നെ മാറി അത് മണ്ണിലെത്തണം. അത് സംഭവിക്കുന്നത് വളരെ വിരളമായിട്ട് മാത്രമാണ്. ഇടിമിന്നൽ സംഭവിക്കുന്ന സമയത്ത് അപ്രകാരം നൈട്രജൻ വേർപെട്ട് അത് മണ്ണിൻ്റെ ഭാഗമായി മാറി മഴയോടൊപ്പം പെയ്തിറങ്ങും. അത് പിന്നീട് സസ്യങ്ങൾ വലിച്ചെടുത്ത് അവ നന്നായിട്ട് ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കും. ആ ഫലം മനുഷ്യനും മറ്റ് മൃഗങ്ങളുമൊക്കെ ഭക്ഷിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇടിമിന്നൽ സംഭവിച്ചാലും ഇങ്ങനെ നൈട്രജൻ ഫിക്സ് ചെയ്യപ്പെടുന്നത് വളരെ റയറായിട്ട് മാത്രമാണ്. വാതക രൂപത്തിലുള്ള നൈട്രജനെ അമോണിയയുടെ രൂപത്തിലേക്ക് മാറ്റി അത് വളമാക്കി മാറ്റിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഹാബർ പ്രോസസ്സ്. അത് ഡെവലപ്പ് ചെയ്തത് ഹാബറാണ്. ഹാബറിനെയും അതുപോലെ മാക്സ് പ്ലാങ്കിനെയും ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രഷ്യൻ അക്കാഡമിയിൽ നടത്തിയ ഒരു വിരുന്നിൽ വെച്ച് അഭിനന്ദിച്ചു. മാക്സ് പ്ലാങ്കിനോട് വളരെയധികം സ്നേഹമുണ്ടായിരുന്നു. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് കിട്ടേണ്ട ഒരു നൊബേൽ പുരസ്കാരമായിരുന്നു ഇത്. പക്ഷേ അപ്പോൾ മാക്സ് പ്ലാങ്ക് പറയുന്നത്, പക്ഷേ ഇത്തവണ അത് നിനക്ക് കിട്ടേണ്ടതായിരുന്നു. ആ ഫിലിപ്പ് ലെനാർഡിൻ്റെ ഇടപെടൽ കാരണമാണ് നിനക്ക് കിട്ടാതെ പോയത്. ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിന് ദുഃഖമുണ്ട്, പക്ഷേ അതവിടെ പ്രകടിപ്പിക്കുന്നില്ല. അദ്ദേഹം മനസ്സ് നിറഞ്ഞു തന്നെ മാക്സ് പ്ലാങ്കിനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്തു. താങ്കൾ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, കാരണം താങ്കൾക്ക് വർഷങ്ങൾക്ക് മുൻപ് കിട്ടേണ്ടിയിരുന്ന ഒരു നൊബേൽ പുരസ്കാരമാണ്, അത് വൈകിപ്പോയി. അത് ഈ വർഷം കിട്ടിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷേ ഹാബറിനോട് അദ്ദേഹം മനസ്സ് നിറഞ്ഞല്ല കൺഗ്രാറ്റുലേറ്റ് ചെയ്തത്.
ഹാബറിനോട് അത് തുറന്നു പറയുകയും ചെയ്തു. താങ്കൾ വളമുണ്ടാക്കി, ആ വളമുണ്ടാക്കിയതിലൂടെ നൈട്രജൻ മണ്ണിലെത്തി, ആ മണ്ണിലെത്തിയതിലൂടെ മനുഷ്യർക്കിവിടെ നിലനിൽക്കാൻ സാധ്യമായി. അത് ശരിയായ കാര്യം തന്നെയാണ്. പക്ഷേ ഇതേ നൈട്രജൻ തന്നെ നിങ്ങളൊരു വിഷവാതകമായിട്ട് ഉപയോഗിച്ചു. നിങ്ങൾ ഫ്രഞ്ചുകാർക്കെതിരെ നടന്ന യുദ്ധത്തിൽ അത് ഉപയോഗിച്ചില്ലേ? ആ വാതകം നിങ്ങൾ തുറന്നുവിട്ട് നിരവധി ഫ്രഞ്ചുകാരാണ് മരണമടഞ്ഞത്. അതും അതിക്രൂരമായി കൊല്ലപ്പെട്ടു. ഫ്രഞ്ചുകാർ, പട്ടാളക്കാർ മാത്രമല്ല, ആ പ്രദേശത്തുണ്ടായിരുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ മരണമടഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന സസ്യങ്ങളും ചെടികളും ഒക്കെ ഇല്ലാതെയായി. നിങ്ങൾ ഒരു മനുഷ്യരാശിയെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കണ്ടെത്തൽ കൂടി നടത്തിയിരിക്കുന്നു. അദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്ന നൈട്രജൻ അടങ്ങിയിരിക്കുന്ന അമോണിയം എന്ന വാതകം ശ്വസിക്കുന്നതിലൂടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവുക. പെട്ടെന്ന് തന്നെ മരിക്കും, ക്രൂരമായിട്ട് മരിക്കും. അതിന് പൈനാപ്പിളിൻ്റെയും ബ്ലീച്ചിങ് പൗഡറിൻ്റെയും മണമാണുള്ളത്. അത് ശ്വസിക്കുന്ന വ്യക്തിയുടെ ലങ്സിനുള്ളിലൂടെ ഇത് കടന്നുപോകും. ലങ്സിൻ്റെ പ്രതലത്തിൽ അടങ്ങിയിരിക്കുന്ന മൂക്കസ് മെംബ്രെയിനുമായിട്ട് അത് റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്താൽ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഉണ്ടാവുക. മനുഷ്യ ശരീരത്തിലെ ലങ്സിൻ്റെ ഉള്ളിൽ തന്നെ ഈ മാരകമായിട്ടുള്ള ആസിഡ് ഉണ്ടാകുന്നു. അത് ശരീരത്തെ തന്നെ കത്തിച്ച് കളയുന്നു. ശ്വാസം ഉള്ളിലേക്കെടുത്ത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മാരകമായിട്ടുള്ള വേദന അനുഭവിച്ച് മരണമടയും. ഇങ്ങനെ തന്നെ മരിക്കുമെന്ന് വ്യക്തമായിട്ട് ഹാബറിനറിയാം. ഇത് ഹാബർ ശരിക്കും അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഒരു വേദനയാണ്. ഒരിക്കൽ ശത്രുക്കളെ കൊല്ലാനായിട്ട് അദ്ദേഹം ഈ വിഷവാതകം വെളിയിലേക്ക് എമിറ്റ് ചെയ്തു. എന്നാൽ പെട്ടെന്ന് തന്നെ കാറ്റ് അദ്ദേഹത്തിൻ്റെ നേരെ അടിക്കുകയും ഇത് അദ്ദേഹം തന്നെ ശ്വസിക്കുകയും ചെയ്തു. പിന്നീട് കുറേയധികം നാൾ അദ്ദേഹം ഒരു ചികിത്സയിലൂടെ കടന്നു പോയിട്ടാണ് രക്ഷപ്പെട്ടത്. അദ്ദേഹത്തെ ആ സമയത്ത് ശുശ്രൂഷിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ക്ലാരയാണ്. അന്ന് അദ്ദേഹം കടന്നു പോയിട്ടുള്ള വേദന ക്ലാര നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ്. ക്ലാര പിന്നീട് പലതവണ ഹാബറിനെ വിലക്കി, ഇതൊരിക്കലും ചെയ്യരുത്, ഇതുപയോഗിച്ച് മനുഷ്യരെ കൊല്ലുന്നത് ക്രൂരമാണ്, ഇതെങ്ങനെയെങ്കിലും ഒഴിവാക്കണം. പക്ഷേ ഹാബർ അതൊന്നും ചെവിക്കൊള്ളാൻ കൂട്ടാക്കിയില്ല. ഓരോ തവണയും ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ആളുകളെ കൊല്ലുന്നതിലൂടെ അയാൾ ശരിക്കും സന്തോഷിക്കുകയാണ് ഉണ്ടായത്. വലിയ പാർട്ടികൾ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടത്തുമായിരുന്നു, ഇതൊക്കെ ആഘോഷിക്കാനായി. അങ്ങനെയിരിക്കെ ഒരു പാർട്ടിക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്വയം വെടിവെച്ച് മരിച്ചു. കാരണം ഹാബറിനില്ലാത്തൊരു കാര്യം ഈ ഒരു സ്ത്രീക്കുണ്ടായിരുന്നു, മനസാക്ഷി. ആ മനസാക്ഷി കാരണം അവർക്ക് തുടർന്ന് ജീവിക്കാൻ സാധിക്കുമായിരുന്നില്ല. അവർ സ്വയം ആത്മാഹൂതി അണഞ്ഞു. ആൽബർട്ട് ഐൻസ്റ്റീൻ ഹാബറിൻ്റെ മുഖത്ത് നോക്കി തന്നെ ഈ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു, ഇത്രയും ക്രൂരമായിട്ടുള്ള കർത്തവ്യം ചെയ്തിട്ടുള്ള നിങ്ങളെ മനസ്സറിഞ്ഞ് ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. ഹാബറിന് ശരിക്കും ആ വാചകങ്ങൾ കൃത്യമായിട്ട് തന്നെ കൊണ്ടു. ഹാബർ ആദ്യം ഐൻസ്റ്റീനെ നിഷേധിക്കാനായിട്ട് ശ്രമിച്ചു. ഞാൻ നടത്തിയിട്ടുള്ള വലിയ കണ്ടെത്തലുകളുണ്ട്, മനുഷ്യരാശി നിലനിൽക്കുന്നത് തന്നെ എൻ്റെ ഒരു കഴിവ് കൊണ്ട്, എൻ്റെ ഒരു സംഭാവന കൊണ്ടാണ്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ, അതിൻ്റെ ഒരു 50% ഹാബർ ഉൽപ്പാദിപ്പിച്ചെടുത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹാബർ പ്രോസസ്സിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ള നൈട്രജനാണ്. അത് നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ സാധിക്കുകയില്ല. മനുഷ്യരാശി നിലനിൽക്കുന്നത് അത് കാരണമാണ്. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ മനുഷ്യർ വംശനാശത്തിന് ഇരയായി മാറിയതിന് മനുഷ്യർ മാത്രമല്ല, മറ്റ് ജീവജാലങ്ങളും. കാരണം ഇവിടെയുള്ള നിരന്തരമായിട്ടുള്ള കൃഷി കാരണം മണ്ണിൽ അടങ്ങിയിരുന്ന നൈട്രജനൊക്കെ പെട്ടെന്ന് തന്നെ എടുക്കുകയുണ്ടായി. ആ നൈട്രജനെ പിന്നീട് നാച്ചുറലി ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നില്ല. അതിന് ഒരുപാട് വർഷങ്ങൾ വേണ്ടി വരുമായിരുന്നു. എന്നാൽ അതിനൊക്കെ തടയിട്ടത്, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള നൈട്രജൻ മണ്ണിലേക്ക് എത്തിച്ചു കൊടുത്തത് ഹാബർ പ്രോസസ്സാണ്. അതുപോലെ തന്നെ അദ്ദേഹം വലിയ ക്രൂരകൃത്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഐൻസ്റ്റീൻ ആ പ്രഷ്യൻ അക്കാഡമിയിൽ വെച്ച് തന്നെ ഈ കാര്യങ്ങൾ എണ്ണി ഹാബറിനോട് ചോദിച്ചു. പ്രഷ്യൻ അക്കാഡമിയിലെ ആ ആഘോഷ ചടങ്ങുകൾ ചിത്രീകരിക്കാൻ നിരവധി പ്രസ്സുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രസ്സുകൾ അതൊക്കെ ഫോട്ടോ ആയിട്ട് എടുത്ത് അടുത്ത ദിവസത്തെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആ പത്രത്താളുകളിലൊക്കെ ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ടായിരുന്നു. വാർത്തയിലെ പ്രധാനപ്പെട്ട ആകർഷണമായിട്ട് ഐൻസ്റ്റീൻ മാറുകയും ചെയ്തു. ഫിലിപ്പ് ലെനാർഡിന് അതൊട്ടും സഹിക്കാൻ സാധിക്കുമായിരുന്നില്ല. വലിയ രീതിയിലുള്ള ഒരു അമർഷം തോന്നി. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഇത് പങ്കുവച്ചു. അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്നത് ജർമ്മൻ നാഷണൽ പീപ്പിൾസ് പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സിലാണ്. ഹിറ്റ്ലർ സ്ഥാപിച്ച ആ പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെ.
അവിടെ അവർ സംസാരിക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജാതിയെക്കുറിച്ചാണ്. ഒരു ജൂതനാണ്, അതുകൊണ്ട് തന്നെ അയാൾ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജർമ്മനിയുടെ അല്ല, ഈ ലോകത്തിൻ്റെ തന്നെ ശാപമാണ് ജൂതന്മാർ. ഫിലിപ്പ് ലെനാർഡ് ഈ ഒരു പാർട്ടിയുടെ ഭാഗമായി മാറി. അയാൾക്ക് ഐൻസ്റ്റീനെ നശിപ്പിക്കണം. അതിനുവേണ്ടി ജർമ്മൻ നാഷണൽ പീപ്പിൾസ് പാർട്ടിയിലെ ഒരു പ്രമുഖ നേതാവായ ഡോക്ടർ വെയ്ലാൻഡിൻ്റെ സഹായം ആവശ്യപ്പെട്ടു. ഡോക്ടർ വെയ്ലാൻഡും ഫിലിപ്പ് ലെനാർഡും ഒരുപാട് ലെക്ചറുകൾ പിന്നീട് നടത്തുന്നുണ്ട്. വലിയ വലിയ സെമിനാർ ഹാളുകളിൽ അവർ സംസാരിച്ചു. ആൽബർട്ട് ഐൻസ്റ്റീനെതിരെ സംസാരിച്ചു. അദ്ദേഹം ഒരു ജൂതനാണെന്ന് ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ ജനറൽ റിലേറ്റിവിറ്റി തിയറി അത് അബദ്ധമാണ്, അത് പൊട്ടത്തെറ്റാണ്. ഡോക്ടർ വെയ്ലാൻഡ് നൂറുകണക്കിന് ആളുകൾ ഇരിക്കുന്ന വേദിയിൽ ഉറക്കെ പറഞ്ഞു. അതിനിടയിൽ നിന്നും ഒരു സ്വരം അയാൾക്ക് ഉയർന്നു കേൾക്കാൻ സാധിച്ചു. അത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സ്വരമായിരുന്നു. ഡോക്ടർ വെയ്ലാൻഡ്, ഞാൻ ശ്രദ്ധയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ് താങ്കളുടെ പ്രഭാഷണത്തിന് വേണ്ടി. താങ്കൾ ശാസ്ത്രീയമായിട്ട് എൻ്റെ തിയറി തെറ്റാണെന്ന് പ്രൂവ് ചെയ്യുന്നത് കാണാനാണ് എൻ്റെ കാത്തിരിപ്പ്. ഈ നൂറുകണക്കിന് ആളുകളെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് താങ്കൾ ആ പ്രസ്താവന കൂടി നടത്തുക. താങ്കളുടെ ആ വിലയേറിയ തിയറി ഇവിടെ പറയുക. എങ്ങനെയാണ് ജനറൽ റിലേറ്റിവിറ്റി തിയറി തെറ്റാകുന്നത്? പക്ഷേ ഡോക്ടർ വെയ്ലാൻഡിന് അതിനുത്തരമുണ്ടായിരുന്നില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാചകങ്ങൾ അടുത്ത ദിവസത്തെ പത്രത്തിൽ പബ്ലിഷ് ചെയ്തു വന്നു, ഫ്രണ്ട് പേജിൽ തന്നെ. അതിൽ ഫിലിപ്പ് ലെനാർഡിനെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. ഫിലിപ്പ് ലെനാർഡ് ഒരു രീതിയിലുള്ള ശാസ്ത്രീയ കോൺട്രിബ്യൂഷനും നടത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പവർ ഉപയോഗിച്ചിട്ട് മാത്രമാണ് നൊബേൽ പുരസ്കാരം പോലും സ്വന്തം പേരിൽ എഴുതി ചേർത്തത്. അല്ലാതെ ഒന്നും തെളിയിക്കാൻ സാധിക്കാത്ത ഒരു കോളേജ് വിദ്യാർത്ഥിയുടെ അറിവ് പോലും ഇല്ലാത്ത ആ വ്യക്തിയാണ് ജനറൽ റിലേറ്റിവിറ്റി തിയറിയെ കുറ്റം പറയുന്നത്. ഇങ്ങനെ തന്നെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാചകങ്ങൾ പത്രത്തിൽ പബ്ലിഷ് ചെയ്തു വന്നത്. ആ പത്രം വായിച്ച ഫിലിപ്പ് ലെനാർഡ് പത്രം രണ്ടായിട്ട് കീറി ദൂരേക്കെറിഞ്ഞു. ആ പത്രവും ഒരു ജൂതൻ്റെ പത്രമാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. പക്ഷേ ആ പത്രത്തിൽ മാത്രമല്ല, പല പത്രമാധ്യമങ്ങളിലും ഈ വാർത്ത അച്ചടിച്ചു വരുന്നുണ്ട്. ഫിലിപ്പ് ലെനാർഡിൻ്റെ ഇനി അങ്ങോട്ടുള്ള ജീവിത ലക്ഷ്യം ആൽബർട്ട് ഐൻസ്റ്റീനെ നശിപ്പിക്കുക എന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ജർമ്മനിയിൽ ഉരുത്തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. ഹിറ്റ്ലറിനെ ഉപയോഗിച്ച് എങ്ങനെയാണ് ഇനി ഫിലിപ്പ് ലെനാർഡ് ആൽബർട്ട് ഐൻസ്റ്റീനെ വേട്ടയാടാൻ പോകുന്നത്? ഇനിയും നടക്കാൻ പോകുന്നത് അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത്ഭുതകരമായിട്ടുള്ള ഒരു അതിജീവനത്തിൻ്റെ ചരിത്രമാണ്. ഐൻസ്റ്റീൻ്റെ വേട്ടയാടലുകളിൽ നിന്നും എങ്ങനെ ആൽബർട്ട് ഐൻസ്റ്റീൻ രക്ഷപ്പെട്ടു? പിന്നെയും പ്രശസ്തനായിട്ടുള്ള ഒരു ഐൻസ്റ്റീനായിട്ട്, നമ്മളറിയുന്ന ഐൻസ്റ്റീനായിട്ട് എങ്ങനെ ആ ആൽബർട്ട് ഐൻസ്റ്റീൻ മാറി? അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കാം. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ താഴത്തെ ലിങ്ക് ഉപയോഗിച്ച് കോഴ്സിൽ രജിസ്റ്റർ ചെയ്യുക. 50% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്.